الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ونبيك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وصل وسلم على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا മുഹമ്മദ് وآله وصحبه أجمعين. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും, നമ്മുടെ വേണ്ടപ്പെട്ടവർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നാം ദുആർക്കാമെന്ന് ഏറ്റെടുത്തവരെല്ലാവരെയും അവന്റെ സജ്ജനങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട അബൂ മിശാലിന്റെ മാതാവ് അടക്കം നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും പരലോകം പടച്ചവൻ സന്തോഷമാക്കുമാറാവട്ടെ. 2 ലോകത്തും അല്ലാഹു തആല നമുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് നാം നിലകൊള്ളുന്ന വിശുദ്ധമായ റജബ് മാസത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ഈ മാസത്തിൽ നമ്മൾ പ്രത്യേകമായ ഓർക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും മഹാന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒരുപാട് നന്മകൾക്ക് ചുക്കാൻ പിടിച്ച് SGBയുടെ വേദി അതിനുകൂടി ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു അർഹമായി പറയാനും ഉൾക്കൊണ്ട് ജീവിക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയങ്ങളുടെ കൂട്ടത്തിൽ ചില സമയത്തിനും, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ചില ദിവസത്തിനും, മാസങ്ങളുടെ കൂട്ടത്തിൽ ചില മാസത്തിനുമൊക്കെ മറ്റു സമയത്തെക്കാളും ദിവസങ്ങളെക്കാളും അതേപോലെ മാസങ്ങളെക്കാളും മഹത്വം നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ മഹത്വം നൽകപ്പെട്ട ദിവസങ്ങളും അതേപോലെ മാസങ്ങളുമൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് വിശ്വാസി അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത്? അതിന്റെ മഹത്വം ചോർന്നു പോകാത്ത വിധം അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സത്യവിശ്വാസി അവൻ സന്ദർഭങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തുകയും അത് മുതലാക്കുകയും ചെയ്യേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ റജബിന്റെ മഹത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ധാരാളം ഇമാമുകൾ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്ലാം ഈ മഹത്തായ മാസത്തിന് വളരെ പ്രധാനപ്പെട്ട മഹത്വം നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള്. നിശ്ചയം മാസങ്ങളുടെ എണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവന്റെ മുൻ നിശ്ചയമനുസരിച്ച് ആകാശഭൂമികളെ പടച്ച അന്നു തന്നെ 12 മാസമാണ്. ആ 12 മാസം എന്നതിന് ഏറ്റലോ അങ്ങനെ 13 ആക്കലോ 11ലേക്ക് കുറയലോ അല്ല. അങ്ങനെ കുറച്ചോരും കൂട്ടിയവരൊക്കെ മുമ്പ് ഉണ്ടായതുകൊണ്ട് അതിനെ നിരാകരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, മിൻഹാ 4 ഹുറുമുൻ, അതിൽ നിന്ന് 4 മാസങ്ങൾ പ്രത്യേകം ആദരണീയമായ മാസങ്ങളാകുന്നു. ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് ശരിയായ മതം. അതിനാൽ ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ആക്രമിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. തുക്കളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. ഒന്ന്, മുൻകാലത്ത് അറേബ്യൻ മുശ്രിക്കുകൾ ആദരവ് നൽകിയിരുന്ന മാസങ്ങളിൽ പെട്ടത് തന്നെയായിരുന്നു റജബ്. എങ്കിലും അവരുടെ ആവശ്യത്തിനനുസരിച്ച് പലപ്പോഴും അവരെന്ത് ചെയ്യും, ഇപ്പൊ മുഹറം ആയാലും ശരി, മറ്റ് യുദ്ധം ഹറാമായ മാസങ്ങളായാലും ശരി, ഈ മുഹറത്തിൽ അവർക്ക് യുദ്ധം ചെയ്യണമെന്ന് തോന്നിയാൽ അവർ ഈ മാസത്തിന്റെ പവിത്രത അടുത്ത മാസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട്
ആ മാസത്തിന്റെ ലഘൂകരണം ഈ മാസത്തിന് ചാർത്തിക്കൊടുത്ത് അവര് വിചാരിച്ച റൂട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക, ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുക എന്ന ബുദ്ധിശൂന്യമായിട്ടുള്ള പ്രവർത്തനം അവർ നടത്തിയിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട ഇസ്ലാം വന്നപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, പടച്ചവന്റെ അടുക്കൽ ഈ 12 മാസം അത് അള്ളാഹു നേരത്തെ തീരുമാനിച്ചതാണ്. ചന്ദ്രമാസത്തിന്റെ കണക്കനുസരിച്ച്, ചന്ദ്രന്റെ കറക്കത്തിനനുസരിച്ച് 12 മാസങ്ങളാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 4 മാസം പ്രത്യേകമായി അള്ളാഹു തആല ആദരവ് നൽകിയിട്ടുണ്ട്. ആ ആദരവ് നൽകിയ മാസത്തിന്റെ ആദരവ് നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിലും ഒരാളും ചെന്നുപെടാൻ പാടില്ല. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസക്കും, ആ മാസങ്ങളിൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ആക്രമിക്കരുത്. ഇവിടെ ഫലാ തദ്ലിമൂ ഫീഹിന്ന എന്ന് പറഞ്ഞാൽ മൊത്തത്തില് ആ മാസങ്ങളൊക്കെ 12 മാസവും കൂടെ ചേർത്തുകൊണ്ടാണോ പറഞ്ഞത്, അതല്ല ഈ പ്രത്യേകമായിട്ട് മഹത്വം പറഞ്ഞ 4 മാസം ആണോ പറഞ്ഞത് എന്ന ചർച്ചയിൽ മുഫസ്സിറുകൾ വിവിധ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഏറ്റവും അടുത്തുള്ളതിലേക്ക് അവ്യയങ്ങളെ മടക്കുക എന്ന നിലക്ക് ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസക്കും എന്നതിൽ മിൻഹ അർബഅത്തുൻ ഹുറും, ആ 4 മാസങ്ങളുടെ മഹത്വം എന്ന് പറഞ്ഞിടത്തേക്ക് വക്കലാണ് കൂടുതൽ അഭികാമ്യം എന്ന് പറഞ്ഞ മുഫസ്സിറുകളുണ്ട്. ഏതായാലും ശരി, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവാം എന്ന നിലക്ക് പറയണം. അജ്സാഉ സമാനി മുതശാബിഹത്തുൻ ഫിൽ ഹഖീഖ, കാലത്തിന്റെ ഭാഗങ്ങൾ, ഏത് മാസങ്ങൾ പറഞ്ഞാലും അത് കാലത്തിന്റെ ഭാഗമാണ്. ആ ഭാഗമായിട്ട് വരുന്ന ഓരോ പാർട്സുകൾ മറ്റു പാർട്സുകളുമായി വാസ്തവത്തിൽ മുതശാബിഹത്തുൻ സമമാണല്ലോ, തുല്യമായി വരുന്നതാണല്ലോ. അപ്പൊ ഫമ സബബു ഫി ഹാദ തമ്മീസി, ഈ വേർതിരിവിന്റെ സംഗതി എന്താണ്, ചിലതിന് പ്രത്യേകമായിട്ട് മഹത്വം കൽപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ ഗുട്ടൻസ് എന്താണ് എന്ന ചർച്ചയിൽ മഹാനവറുകൾ പറയാണ്, ഇന്ന ഹാദൽ മഅന ഗൈറു മുസ്തബഅദിൻ ഫി ശറാഇ, മതപരമായ കാഴ്ചപ്പാട് വെച്ച് നോക്കിയാൽ ഇതൊരിക്കലും തന്നെ ഒരു ആക്ഷേപാർഹമായതോ അല്ലെങ്കിൽ അസംഭവ്യമോ അത്ഭുതകരമോ അല്ല. കാരണം എന്താ, ഫൈന അംസലതഹു കസീറ, ചിലതിനുള്ളതിനേക്കാൾ മഹത്വം മറ്റു ചിലതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിന്റെ ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. അലാ തറ അന്നഹു തആല മയ്യസൽ ബലദൽ ഹറാമാൻ സായിരിൽ ബിലാദ്, അല്ലേ, മസ്ജിദുൽ ഹറാം ഉൾപ്പെടുന്ന പരിശുദ്ധമായിട്ടുള്ള മക്ക ഹറമിനെ, അതേപോലെ തന്നെ മദീന ഹറമിനെ ഒക്കെ അല്ലാഹു തആല മറ്റു സ്ഥലങ്ങളെക്കാൾ പ്രത്യേകമാക്കിയിട്ടുണ്ടല്ലോ. ഒരുപാട് മഹത്വങ്ങൾ, അവിടുത്തെ നിയമങ്ങൾ, അവിടുത്തെ പ്രൊസീജിയർ വേറെയാണല്ലോ. മറ്റു സ്ഥലങ്ങളിൽ അനുവദിക്കപ്പെട്ട പലതും അവിടെ അനുവദനീയമല്ലല്ലോ. അപ്പൊ സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ഒക്കെ ഭൂമി എന്നുള്ള നിലക്ക് എല്ലാതും ഒരുപോലെ അല്ലേ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അതേപോലെ മയ്യസ യൗമൽ ജുമുഅത്തി അൻ സായിരി അയ്യാമിൽ ഉസ്ബുഇ ബി മസീദിൽ ഹുർമ, ദിവസങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാഴ്ചയിലെ ദിവസങ്ങളിൽ വെള്ളിയാഴ്ചക്ക് മറ്റു ദിവസങ്ങളെക്കാൾ അല്ലാഹു തആല മഹത്വം പ്രത്യേകമായി നൽകിയിട്ടുണ്ടല്ലോ. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ ലീഡർ എന്ന് വെള്ളിയാഴ്ചയെ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. അതേപോലെ മയ്യസ യൗമ അറഫത്ത് അൻ സായിരിൽ അയ്യാമി ബി തിൽക്കൽ ഇബാദാത്തിൽ മഖ്സൂസ, ഹാജിമാർ അറഫയിൽ നിൽക്കുക എന്ന പ്രധാനപ്പെട്ട കർമ്മത്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പരിഗണിച്ച് അറഫ ദിനത്തെ മറ്റു ദിവസങ്ങളിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകമാക്കിയിട്ടുണ്ടല്ലോ. ഓ മയ്യദ ഷഹ്റ റമളാൻ അൻ സായിരി ശുഹൂരി ബി മസീദി ഹുർമത്തിൻ, മറ്റു മാസങ്ങളിൽ ഒന്നുമില്ലാത്ത ചില പ്രത്യേകമായിട്ടുള്ള കടമകൾ നിർദ്ദേശിച്ചുകൊണ്ട് മാസങ്ങളുടെ ലീഡർഷിപ്പ് ചാർത്തിക്കൊടുത്തുകൊണ്ട് വിശുദ്ധ റമളാനിനെ അല്ലാഹു തആല പ്രത്യേകമാക്കിയിട്ടുണ്ടല്ലോ. അതേപോലെ മയ്യദ ബഅദ സആത്തിൽ യൗമി ബി വജൂബി സ്വലാത്തി ഫീഹ, ദിവസങ്ങളിലെ ചില പ്രത്യേക ടൈമുകളെ, ചില മണിക്കൂറുകളെ അല്ലാഹു തആല ആ സമയത്ത് തന്നെ നിങ്ങൾ അല്ലാഹു ആകുന്ന യജമാനനുമായുള്ള മുനാജാത്താകുന്ന നിസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞ മണിക്കൂറുകളെ അല്ലാഹു പ്രത്യേകമാക്കിയിട്ടുണ്ടല്ലോ. അതേപോലെ മയ്യദ് ബഅദൽ ലയാലി അലാ അൻ സായിരിഹ, ചില രാവുകൾക്ക് മറ്റു ചില രാവുകളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത നൽകിയിട്ടുണ്ടല്ലോ. വഹിയ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള രാവ്, അങ്ങനെ പല രാവുകൾക്കും പ്രത്യേകത അല്ലാഹു തആല നൽകിയിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാവിനെ കുറിച്ച് വലിയ മഹത്വമുള്ള രാവാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ മയ്യദ് ബഅദൽ അശ്ഖാസി അൻ സായിരിന്നാസ്, വ്യക്തികളെ തന്നെ പരിശോധിച്ചാൽ ചിലർക്കുള്ളതിനേക്കാൾ മഹത്വം മറ്റു ചിലർക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു തആല മഹത്വം നൽകിയവരാണല്ലോ മനുഷ്യർ. അവരിൽ തന്നെ പ്രത്യേകം മഹത്വമുള്ളവരാണല്ലോ നബിമാർ. ആ നബിമാരിൽ നിന്ന് തന്നെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരാണല്ലോ 313 മുർസലുകൾ. അവരിൽ നിന്ന് തന്നെയും പ്രത്യേകം പരിഗണന നൽകി ആദരിക്കപ്പെട്ടിട്ടുള്ളവരാണല്ലോ ഉലുൽ അസ്മ് എന്ന പേരിൽ അറിയപ്പെടുന്ന 5 പ്രവാചകന്മാർ. അവരിൽ നിന്നും ഏറ്റവും കൂടുതൽ മഹത്വം കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടവരാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ അങ്ങനെ വരുമ്പോ വൈദാകാനത്ത് ഹാദിഹിൽ അംസിലത്തു ലാഹിറത്തൻ മഷ്ഹൂറ, ഈ ഉദാഹരണങ്ങളൊക്കെ പ്രസിദ്ധവും വ്യക്തവുമാണെന്നിരിക്കെ ഫയ്യുസ്തിബ് ആദിം ഫി തഖ്സീസ് ബഅദിൽ അഷ്ഹൂരി ബി മസീദിൽ ഹുറുമ,
പ്രത്യേക മഹത്വങ്ങൾ നൽകി ചില മാസങ്ങളെ ആദരിക്കുന്നതിൽ എന്താണ് ഒരു ബുദ്ധിക്ക് ഉൾക്കൊള്ളായികയോ അല്ലെങ്കിൽ അസംഭവ്യമായിട്ട് നിങ്ങൾക്ക് തോന്നാനുള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്താണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ലാ യബഉദു അൻ യഅലമല്ലാഹു തആല അന്ന വഖൂഅത്താതി ഫി ഹാദിഹിൽ ഔഖാതി അക്സറ തഅസീറൻ ഫി തഹാറത്തിൻ നഫ്സി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചില സമയങ്ങൾക്ക്, ചില ദിവസങ്ങൾക്ക്, ചില മാസങ്ങൾക്കൊക്കെ പ്രത്യേകത നൽകിയത് എന്തിനാ? അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്ന ഒരു സംഗതി ഉണ്ട്. ഈ പ്രത്യേകത കൽപ്പിക്കപ്പെട്ട സമയങ്ങളിൽ ആരാധനാ കർമ്മങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ഹൃദയശുദ്ധിക്ക് ഏറ്റവും സഹായകമാണ്. അതേപോലെ തന്നെ ദോഷങ്ങൾ ഇതിൽ സംഭവിക്കുക എന്നത് മനസ്സ് ചീത്തയാവാനും ശരീരം ദുഷിക്കാനും ഏറ്റവും വലിയ കാരണമാകുന്ന സംഗതിയാണ് എന്ന് ഈ പ്രത്യേകത പരിചയപ്പെടുത്തുന്നതിൽ നിന്ന് മനസ്സിലാക്കാം. വഹാദാ ഗൈറു മുസ്തബഅദിൻ ഇൻദൽ ഹുകമാഇ. ഇതും എന്തല്ല, ചിന്താശേഷിയുള്ള തത്വജ്ഞാനികളുടെ അടുത്ത് ഇതൊരു അസംഭവ്യമായതോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതോ ആയ കാര്യമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ പ്രത്യേകത നൽകപ്പെട്ടിട്ടുള്ള സമയങ്ങൾക്ക് പ്രത്യേകതയുണ്ടെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. സുഹൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം, നബിതങ്ങളോട് ചോദിക്കപ്പെട്ടു അയ്യു സിയാമി അഫ്ളലു, നോമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് ഏതാണ്? അപ്പൊ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞത് അഫ്ളലുഹു ബഅദ സിയാമി ഷഹ്രി റമളാന സിയാമു ഷഹ്രില്ലാഹിൽ മുഹറം. മാസങ്ങളുടെ കൂട്ടത്തിൽ റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് അള്ളാഹുവിന്റെ മാസമായ മുഹറമാണ്. അങ്ങനെ പല മഹത്വവും പലതിനെക്കുറിച്ചും പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം ഹറാമാക്കി ആദരിച്ചിട്ടുള്ള എല്ലാ മാസങ്ങളെയും പ്രത്യേകമായ ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ഭംഗിയാക്കുകയും അതിന്റെ ബഹുമാനം നമ്മൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. ഇത് നമ്മുടെ കൽപ്പനയാണ്. അങ്ങനെ വരുമ്പോൾ അന്നൽ ഇൻസാന ഇദാ അതാ ബിത്താഅതി ഫീ തിൽക്കൽ ഔഖാതി വഅറള അനിൽ മആസി ഫീഹാ, ഒരു മനുഷ്യൻ ഈ പ്രത്യേകതയുള്ള സമയങ്ങളിൽ ആരാധനകളിൽ മുഴുകുകയും ദോഷങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കുകയും ചെയ്താൽ ഫബഅദൻഖലായി തിൽക്കൽ ഔഖാതി, ആ പ്രത്യേകതയുള്ള സമയം കഴിഞ്ഞതിനു ശേഷം ലൗ ശറഅ ഫിൽ ഖബാഇഹി വൽ മആസി, ആ സമയം കഴിഞ്ഞതിന് ശേഷം അവൻ ദോഷങ്ങളിലും അതേപോലെ തന്നെ മോശമായ കാര്യങ്ങളിലും പ്രവേശിച്ചാൽ സാറ ശുറൂഹു ഫീഹ, ആ മോശങ്ങളിലുള്ള അവന്റെ പ്രവേശനം ആയിത്തീരും സബബല്ലി ബുത്ലാനി മാ തഹമ്മലഹു, അവൻ നേരത്തെ ഏറ്റെടുത്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആ ആരാധനാ കർമ്മങ്ങൾ സ്പെഷ്യലായിട്ടുള്ള സമയത്ത് ചെയ്യാൻ വേണ്ടി ആ നല്ല ടൈം ഉപയോഗപ്പെടുത്തിയത് മുഖേന അവൻ ഏറ്റെടുത്ത ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന പണിയാണത്. വല്ലാഹിറു മിൻ ഹാലിൽ ആഖിലി, ബുദ്ധിയുള്ളവന്റെ അവസ്ഥയിൽ നിന്ന് മനസ്സിലാകുന്നത് അല്ലാ യർലാ ബിദാലിക, അതൊരിക്കലും തന്നെ അവൻ ഇഷ്ടപ്പെടില്ല എന്നാണ്. ഫയസീറു ദാലിക സബബൻ ലിജ്തിനാബിഹി അനിൽ മആസി ബിൽ കുല്ലിയ, അപ്പോൾ ഈ പ്രത്യേകതയുള്ള സമയങ്ങളെ ആരാധനകൾ കൊണ്ട് സജീവമാക്കുക എന്നത് ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റു സമയങ്ങളിൽ കൂടി തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാനുള്ള മോട്ടിവേഷൻ അവന് നൽകുന്ന ഒരു സംഗതിയാണ്. ഫഹാദാഹു വൽ ഹിക്മത്തു ഫി തഖ്സീസി ബഅദിൽ ഔഖാതി വബഅദിൽ ബിഖാഇ ബിമസീദി തഅലീമി വൽ ഇഹ്തിറാമി, ഇതാണ് ചില പ്രത്യേക സമയങ്ങളെയും പ്രത്യേക സ്ഥലങ്ങളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക മഹത്വം കൊണ്ടും ആദരവ് കൊണ്ടും പ്രത്യേകമാക്കിയതിന്റെ ഗുട്ടൻസ്. ഇത് ആമുഖമായി നമ്മൾ മനസ്സിലാക്കിയാൽ വിശുദ്ധ റജബ് മാസം നമ്മിലേക്ക് വന്നെത്തുമ്പോ ആ മാസത്തെ ആദരിക്കാനും ആ മാസത്തെ പ്രത്യേകം ബഹുമാനിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒട്ടനവധി ഇമാമുകൾ ആ മാസത്തിന്റെ മഹത്വങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അതിൽ വന്നിട്ടുള്ള വിവിധ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്തുകൊണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മഹാനായ അൽ ഹാഫിൽ അബു മുഹമ്മദ് അൽ ഹസൻ ബിൻ മുഹമ്മദ് ബിൻ അൽ ഹസൻ അൽ ഖല്ലാൽ റളിയല്ലാഹു അൻഹു ഹിജറ 439 വഫാത്തായ മഹാനവറുകൾ ഫളായിലു ഷഹ്രി റജബ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ബഹുമാനപ്പെട്ട അബുൽ ഫളൽ അഹ്മദ് ബിൻ അലി ബിൻ ഹജർ അൽ അസ്കലാനി ഇമാം ബുഖാരിയുടെ സഹീഹിന് പ്രൗഢമായ വ്യാഖ്യാനം ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു തബീനുൽ അജബ് ബിമാ വറദ ഫി ഫളലി റജബ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ അല്ലാമ മുഹമ്മദ് അമീനുൽ കുർദി റഹ്മത്തുള്ളാഹി അലൈഹി ലൗ സിറാജ് ഫി ഫളലി റജബ് വ ഖിസ്സത്തുൽ മിഅ്റാജ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ മഹാനായ അല്ലാമ ഷേഖ് മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അൽ അദബ് ഫി റജബ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. റജബ് മാസത്തിന്റെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ലതായിഫുൽ മആരിഫിൽ മവാസിമി അൽ ആമി മിനൽ വലായിഫ് എന്ന് പറയുന്ന മഹാനായ ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിൽ റജബിന്റെ മഹത്വങ്ങൾ വിശദീകരിക്കാൻ സെപ്പറേറ്റ് ഒരു പാർട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ ഗസാലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ റജബ് മാസത്തിലും അതേപോലെ തന്നെ മെഹറാജിന്റെ രാവിലുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പൊക്കെ കുറെ ആളുകൾ വളരെ ഗൗരവപൂർവം തന്നെ മനുഷ്യന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ജമാദുൽ ആഖറിന് എന്തായിരുന്നോ ഉണ്ടായിരുന്നത് അതിനപ്പുറം റജബിന് എന്തെങ്കിലും ഒരു മഹത്വം കൊടുക്കാനോ ആ റജബിൽ നമ്മൾ ആരാധനകളിൽ കൂടുതൽ സജീവത പുലർത്തുന്നതോ ശരിയല്ല എന്ന് വാദിക്കാനുള്ള ഒരു ശ്രമം വിദൈകളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വാസ്തവത്തിൽ റജബ് മാസം എന്ന് പറയുന്നത് പുണ്യങ്ങളുടെ കൊയ്ത്തുകാലമായി ബഹുമാനപ്പെട്ട ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം റമദാനു ഷരീഫിന് വേണ്ടിയുള്ള മാനസികമായ തയ്യാറെടുപ്പിന്റെ മെന്റലി പ്രിപ്പയർഡ് ആകാനുള്ള ഒരു അനുകൂല ഘടകത്തിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളതിന്റെ തുടക്കമാണ് വിശുദ്ധ റജബ്. അതുകൊണ്ട് തന്നെ പല മഹാന്മാരും രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധമായ റജബ് മാസം എന്ന് പറയുന്നത് ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു തന്റെ ലതായിഫിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഷഹ്റു റജബിൻ, റജബ് മാസം മിഫ്താഹു അഷ്ഹുരിൽ ഖൈരി വൽ ബറക, നന്മയുടെയും അനുഗ്രഹത്തിന്റെയും മാസങ്ങളുടെ താക്കോലാണ്. അതുകൊണ്ട് തന്നെ ഖാല അബൂബക്കർ വറാഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഷഹ്റു റജബിൻ, റജബ് മാസം ഷഹ്റു സറഇ, അത് കൃഷി ചെയ്യാനുള്ള മാസമാണ്. വശഹ്റു ശഅബാൻ, കൃഷി ചെയ്യാനുള്ള മാസം എന്ന് പറഞ്ഞാല് ഏത് വിത്ത അറിയേണ്ടത് ഈ മാസത്തിൽ എന്ന് ചിന്തിക്കേണ്ട, നന്മകളുടെ കൃഷി അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇനി കർഷകരാരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ മാസത്തിൽ പേതാ വാഴ നടന്ന മാസമാണോ അതോ മത്തം കുത്തിയിടേണ്ട കാലാണോ എന്ന് ചിന്തിക്കണ്ട. മറിച്ച് നന്മകളുടെ കൃഷി ഇറക്കേണ്ട മാസമാണ് റജബ്. വശഹ്റു ശഅബാന, ശഅബാൻ മാസം ഷഹ്റു സുഖീൽ സറഇ, ആ കൃഷിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള മാസമാണ്. ഏത് കൃഷി നമ്മൾ ഉണ്ടാക്കുമ്പോഴും അത് വളർന്ന് വലുതാവാൻ, അതിന്റെ വളർച്ച ത്വരിതപ്പെടുത്താൻ എന്ത് വേണ്ടിവരും? അത് നന്നായിട്ട് വെള്ളവും വളവും നൽകേണ്ടി വരും. ആ വെള്ളവും വളവും നൽകുന്ന മാസമാണ് വിശുദ്ധ ശഅബാൻ. ഷഹ്റു റമളാന, റമളാൻ മാസം ഷഹ്റു ഹസാദി സറഇ, ആ കൃഷിയുടെ വിളവെടുപ്പിന്റെ കൊയ്ത്തുകാലമാണ്. അപ്പൊ കൊയ്ത്തുകാലമാണ് വിശുദ്ധ റമളാൻ. ആ കൊയ്ത്തിനു മുമ്പേ വിളവ് സജീവമാക്കുന്ന പണികളിൽ ഏർപ്പെടുന്നതിന്റെ തുടക്കമാണ് പരിശുദ്ധമായ റജബിൽ തന്നെ വിശ്വാസി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പല മഹാന്മാരും ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. മസലു റജബിൻ മസലു റിഹി, റജബിന്റെ ഉദാഹരണം കാറ്റിന്റെ ഉദാഹരണം പോലെയാണ്. മസലു ശഅബാന മസലുൽ ഗൈമി, ശഅബാനിന്റെ ഉദാഹരണം മേഘത്തിന്റെ ഉദാഹരണമാണ്. മസലു റമളാന മസലുൽ മതരി, റമളാനിന്റെ ഉപമ അത് മഴയുടെ ഉപമയാണ്. അതായത് ഒരു നല്ല തണുത്ത കാറ്റ് വരുമ്പോൾ സാധാരണഗതിയിൽ മഴ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് അതൊരു നല്ല സന്ദേശമാണ്, ഒരു ഗുഡ് ന്യൂസ് ആണ്, മെസ്സേജ് ആണ്. ആ കാറ്റ് വരുമ്പോ എവിടേക്കോ മഴ പെയ്യുന്നുണ്ട്, നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്, നമ്മളെ പഴയ ആളുകളൊക്കെ പറയാറില്ലേ. പ്രത്യേകിച്ച് ഇപ്പൊക്കെ മഴ കാത്തിരിക്കുന്ന സമയമാണ് നമ്മുടെ നാട്ടിലൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ മഴ കൊണ്ട് നമ്മുടെ നാടുകളൊക്കെ സമ്പന്നമാക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലുള്ള ദുരിതങ്ങളും അതിന്റെ കാരണങ്ങൾ നമ്മുടെ ദോഷങ്ങൾ തന്നെയാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ മാപ്പാക്കി നാടുകളിലൊക്കെ സമൃദ്ധമായ മഴ കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിക്കുകയും വരൾച്ചയുടെ വറുതിയിൽ നിന്ന് നമ്മുടെ നാടുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. വലിയ പ്രതിസന്ധിയിൽ ജനം നീങ്ങുകയാണ്. അപ്പോ ഈ നല്ല കാറ്റടിക്കുമ്പോ ആ നല്ല കാറ്റ് ഒരു നല്ല സൂചനയാണ്. അതോടൊപ്പം തന്നെ ആകാശത്ത് നല്ല കാർമേഘങ്ങൾ മൂടിക്കണ്ടാൽ ആ കാർമേഘങ്ങളും നല്ല സൂചനയാണ്. അതിന്റെ ക്ലൈമാക്സ് ആണ് വാസ്തവത്തിൽ മഴ പെയ്യ എന്ന് പറയുന്നത്. ഇതുപോലെയാണ് വിശുദ്ധമായ റജബ് മാസം പുണ്യങ്ങളുടെ തണുത്ത കാറ്റുകൊണ്ട് സജീവമായി, ശഅബാൻ മാസം ആ പുണ്യങ്ങളുടെ വർധനവ് മുഖേനയുള്ള മേഘങ്ങൾ സ്വരൂപിച്ചുണ്ടാക്കി, റമളാൻ മാസത്തിൽ അതൊന്നായിട്ട് പെയ്തൊഴിയുന്ന
ഒരത്ഭുതകരമായ പുണ്യങ്ങളുടെ പ്രവാഹത്തിന് വേദിയൊരുക്കുന്ന സംവിധാനം അതുണ്ടാക്കിയെടുക്കണം. അപ്പൊ റജബ് മുതലേ സത്യവിശ്വാസി പ്രത്യേകം പണി തുടങ്ങണം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ വക്കാല ബഅ്ളുഹും മറ്റു ചിലർ പറഞ്ഞു അസ്സനത്തു മിസ്ലു ഷജറ, ഒരു വർഷം എന്ന് പറയുന്നത് ഒരു മരം പോലെ. വശഹറു റജബിൻ, റജബ് മാസം അയ്യാമു തൗരീഖിഹ, ആ മരത്തിന്റെ ഇലകളൊക്കെ പ്രത്യക്ഷപ്പെടുന്ന മാസാണ്. വശഅബാനു അയ്യാമു തഫ്രീഇഹ, ശഅബാൻ മാസമാകുമ്പോ അതൊക്കെ ശരിക്കും ഇണച്ചങ്ങളൊക്കെ പൊട്ടി സജീവാകുന്ന മാസമാണ്. റമളാനു അയ്യാമു ഖത്ഫിഹ വൽ മുഅ്മിനൂന ഖുത്താഫുഹ, റമളാനു ഷരീഫ് ആ മരത്തിലുണ്ടാകുന്ന പഴങ്ങളൊക്കെ പറിച്ചെടുക്കുന്ന ആളുകളാണ്. പിന്നെ മുഅ്മിനീങ്ങൾ അത് പറിച്ചെടുക്കുന്ന ആളുകളാണ്. റമളാൻ ആ പഴങ്ങൾ ശരിക്കും പറിച്ചെടുക്കേണ്ട സന്ദർഭമാണ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പറഞ്ഞ സംഭവങ്ങളിലൊക്കെ മഹാന്മാര് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യം, വിശുദ്ധ റജബ് മുതൽ പുണ്യങ്ങളുടേതായിട്ടുള്ള ലോകത്തേക്ക് പ്രത്യേകമായ ഒരു സജീവമായ മുന്നേറ്റം അത് സത്യവിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു പറയാണ്, ജദീറും ബിമൻ സവ്വദ സഹീഫതഹു ബിദ്ദുനൂബി, ദോഷങ്ങൾ കൊണ്ട് തന്റെ റെക്കോർഡുകളെ കറുപ്പിച്ച മനുഷ്യന് വളരെ അനിവാര്യമാണ് അയ്യുബയ്യിലഹാ ബിത്തൗബത്തി ഫീ ഹാദ ശഹരി, ഈ മാസത്തിൽ പാശ്ചാത്താപം മുഖേന ഏടുകളെ വെളുപ്പിക്കൽ, കഴിഞ്ഞകാല ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുപ്പിച്ചുകൊണ്ട് റമളാനിനു വേണ്ടിയുള്ള ഒരുക്കം ഈ മാസം മുതലേ നടത്താൻ. കാരണം ഇത് വിത്തിറക്കേണ്ട മാസമാണ്. ആ വിത്തിറക്കേണ്ട സമയത്ത് നല്ല രൂപത്തിൽ വിത്തിറക്കണം. മണ്ടരി ബാധിച്ച വിത്താവരുത്, പുഴുക്കുത്ത് ബാധിച്ച വിത്താവരുത് അവൻ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങളുടെ ലോകത്ത് അവൻ ഊളിയിട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവന്റെ കഴിഞ്ഞകാല റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ, അവന്റെ ബാക്ക് ഫയലുകൾ നോക്കുമ്പോൾ അതിലൊരിക്കലും തന്നെ വെറുപ്പുള്ള സംഗതികൾ ഇല്ലാതിരിക്കാൻ നോക്കണം. അതുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് അത് പൊറുപ്പിക്കണം. അതുപോലെ ഒരു ഉപകാരവുമില്ലാത്ത സംഗതികളിൽ ആയുസ് തൊലച്ച മനുഷ്യൻ, ആ മനുഷ്യൻ അനിവാര്യമാണ് യഗ്തനിമ ഫീഹി മാ ബഖിയ മിനൽ ഉംരി, ഇനിയുള്ള കാലം അത് മുതലാക്കാൻ വേണ്ടിയുള്ള ശ്രമം അവൻ നടത്തണം. ഉണ്ടോ, ഒന്നിലും പെടാത്ത ജീവിതം കഴിഞ്ഞു പോകുന്ന ആളുകൾ. ചില മഹാന്മാര് പറഞ്ഞിട്ടില്ലേ, നഹാറൂക ബത്താലുൻ വലൈലൂക നായിമു വഐശൂക യാ മിസ്കീനു ഐശുൽ ബഹായിമി, എടോ നിന്റെ പകല് സമയം അതൊന്നിലും പെടാതെ നിഷ്ഫലമായി ഞെരിഞ്ഞു തീരാണ്. സമയം വെറുതെ കൊല്ലാണ് മനുഷ്യന്മാര്. അവന്റെ ആഖിറത്തിന് ഉപകാരമില്ല, അവന്റെ ദുനിയാവിനും ഉപകാരമില്ല. പരലോകത്ത് വരുമ്പോൾ നിന്റെ സമയം എന്തിന് തൊലച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള സംവിധാനവുമില്ലാതെ സമയത്തെ വെറുതെ കൊന്നുകൂട്ടിയ ഒരുപാട് മനുഷ്യന്മാർ, തന്റെ ദീനിനെ ബാധിക്കാത്ത, തന്റെ ദുനിയാവിന് ഗുണമില്ലാത്ത, അതേപോലെ മറ്റൊരു മനുഷ്യനും ഈമാനികമായ പുരോഗതിക്ക് ഒരു സാധ്യതയുമില്ലാത്ത വിഷയങ്ങൾ, അത്തരം വിഷയങ്ങൾക്ക് വേണ്ടി സമയം കൊല്ലുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ആലോചിക്കണം. സമയത്തിന്റെ വില എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു വിലയുള്ള സാധനമാണ്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, സമയം എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ ഒരു വാളാണ്. അതുകൊണ്ട് നീ മുറിച്ചിട്ട് നിന്റെ കാര്യങ്ങൾക്ക് അതിനെ നീ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അത് നിന്നെ മുറിക്കും, അല്ലെ? അതൊരു വല്ലാത്ത സംഭവമായിട്ട് നമ്മൾ കാണണം. പക്ഷേ ആധുനിക കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താണ്? അധിക ആളുകളും ഒരു ഉപകാരവും തനിക്കില്ലാത്ത സംഗതികൾ മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നത് കാണാൻ പറ്റുമല്ലോ നമുക്ക്. മറ്റുള്ളവരുടെ ദുനിയാവിന് വേണ്ടി സ്വന്തം ദീന് വെക്കുന്ന ബുദ്ധിമോശം, അതാണ് പലപ്പോഴും പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്ത സഞ്ചാരം നടത്തിയ ആളുകൾ, ആ ആളുകൾ ആലോചിക്കണം, പടച്ചോനെ, പരിശുദ്ധമായ റജബ് മാസം എന്നിലേക്ക് വന്നണഞ്ഞു, റമളാനിന്റെ വരവറിയിച്ചുകൊണ്ട് ആ റമളാനിന് ഞാൻ മാനസികമായി തയ്യാറെടുക്കേണ്ടതിന്റെ അനിവാര്യത സൂചിപ്പിച്ചുകൊണ്ട് ആ റമളാനു ഷരീഫിനെ വരവേൽക്കാൻ നല്ലൊരു മനസ്സും അതേപോലെ ശുദ്ധിയുള്ളൊരു ശരീരവും എനിക്ക് ലഭിക്കണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ അരുതായ്മകളൊക്കെ മാപ്പാക്കി എന്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നന്മയുടേതായ ആത്മീയമായ വിശുദ്ധിയുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ അധ്വാനിക്കണമെന്ന് ചിന്തിച്ചിട്ട് കഴിഞ്ഞകാല ജീവിതത്തിന്റെ കുറവുകൾ പരിഹരിക്കാൻ ഒരു സത്യവിശ്വാസി ശ്രമിക്കേണ്ട സന്ദർഭമാണിത്. എന്നിട്ട് മഹാന്മാര് പറയുന്നു, ബയ്യിദ് സഹീഫതക സൗദാഅ ഫീ റജബി ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി ഷഹ്റുൻ ഹറാമുൻ അതാ മിൻ അശ്ഹുരിൻ ഹുറുമി
ഇദാ ദഅല്ലാഹ ദാഇം ഫീഹി ലം യഖിബി طوبى لعبد زكى فيه له عمل فكف فيه عن الفحشاء والريب بيض صحيفتك السوداء ഓ മനുഷ്യ, നിന്റെ കറുത്തുപോയ ഏടുകളെ നീ വെളുപ്പിക്കണം. ഫി റജബിൻ, റജബ് മാസത്തിൽ. കറുത്തുപോയ ഏടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നേരത്തെ പറ്റിപ്പോയ തെറ്റുകൾ, അതൊക്കെയും ഇവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മൾ എന്തു പറയുമ്പോഴും എന്തു ചെയ്യുമ്പോഴും അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി, അത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വിജയപരാജയങ്ങൾ നിർണയിക്കാൻ പറ്റും വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ച സംഗതികൾ മുഴുവനും കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടൊരു ക്ലിയർ എവിഡൻസ് യജമാനനായ റബ്ബ് പരലോകത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. അല്ലാഹു തആല സൂറത്തുൽ ഇസ്രായിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ്. ഓരോ മനുഷ്യന്റെയും വിജയപരാജയം തീരുമാനിക്കാൻ ആവശ്യമായ തെളിവുകൾ അടങ്ങിയ ഒരു ഗ്രന്ഥം ഓരോരുത്തരുടെയും കൂടെ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നു. ഇപ്പൊ നമുക്കൊക്കെ ആധുനിക കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, എവിടെ പോയാലും നമ്മുടെ സംഭവങ്ങളൊക്കെ വിലയിരുത്താൻ പറ്റുന്ന ഒരു ചെറിയ ചിപ്പ്, ആ ചിപ്പ് നമ്മുടെയൊക്കെ കൈകളിൽ തന്നുകൊണ്ടുള്ള ചില രാജ്യത്തൊക്കെ ഉള്ള ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ചിപ്പ്, ആ ചിപ്പുണ്ടെങ്കിൽ ഇവൻ എവിടെയാ ഉള്ളതെന്ന് അറിയാൻ പറ്റും. ആ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളും ഒപ്പിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഹിഡൻ ക്യാമറ നമ്മുടെ ശരീരത്തിൽ തന്നെ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. എന്നിട്ടോ വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു തആല പുറത്തു കൊണ്ടുവരും കിതാബൻ, ഒരു ഗ്രന്ഥം, യൽഖാഹു മൻശൂറാ, കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്തിരിക്കുന്നതായിട്ട് അവനത് കാണാൻ സാധിക്കും. ആ ഗ്രന്ഥം തന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് റബ്ബ് പറയുന്നത് എന്താണ്? ഇഖ്റഅ കിതാബക, എടോ നിന്റെ ഗ്രന്ഥം നീ തന്നെ വായിച്ചു നോക്കൂ. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, ഇന്ന് നിന്റെ വിചാരണക്ക് നീ തന്നെ മതി. അങ്ങനെ ആ ഗ്രന്ഥം വായിച്ചു നോക്കുന്ന ഒരു സമയം പരിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു അത്ഭുതകരമായ ഗ്രന്ഥമായി പോയി. അതിലൊരു ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു സംഗതിയും അത് കൃത്യമായി രേഖപ്പെടുത്താതെ പോയിട്ടില്ലല്ലോ. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, രേഖയിൽ കാണുന്നില്ല എന്നൊരു കംപ്ലൈന്റ്, അല്ലെങ്കിൽ രേഖ ആരെങ്കിലും അടിച്ചു മാറ്റി എന്നൊരു കംപ്ലൈന്റ്, അത് ഈ രേഖയെ കുറിച്ച് വരില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ചെയ്യുന്ന റെക്കോർഡിന്റെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ ബുദ്ധിമോശം കൊണ്ട് അബദ്ധം പറ്റിപ്പോയി, അവൻ തെറ്റുകൾ ചെയ്തുപോയി, കുറ്റങ്ങളുടെ ലോകത്ത് സ്വൈരവിഹാരം നടത്തിപ്പോയി. പക്ഷെ അവന് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടാകുന്നു, പടച്ചോനെ റമളാൻ വരികയാണ്, അതിന്റെ മുമ്പ് റജബ് മാസത്തിൽ ഞാൻ ജീവിക്കാണ്, കഴിഞ്ഞകാല ജീവിതത്തിന്റെ അരുതായ്മകളും അബദ്ധങ്ങളും ആവർത്തിക്കാതെ എനിക്ക് ഇനിയുള്ള ജീവിതം ഒന്ന് നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു നല്ല മുസ്ലിമിന്റെ സ്വഭാവങ്ങൾ എനിക്ക് ഉൾക്കൊള്ളണം, ഒരു സത്യവിശ്വാസിക്ക് വേണ്ട ഗുണങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കണം. അതുകൊണ്ട് പടച്ചവനെ, കഴിഞ്ഞകാല ജീവിതത്തിൽ വന്ന അരുതായ്മകളോട് മുഴുവനും ഞാൻ ഗുഡ് ബൈ പറയാൻ ഒരുങ്ങുകയാണ്, അതൊക്കെ നീ എനിക്കൊന്ന് പുറത്തു തരണം. വ്യവസ്ഥാപിതമായി കഴിഞ്ഞകാല ജീവിതത്തിലെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുകയും ഇനി അത്തരം തെറ്റിലേക്ക് പോകില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും പറ്റിപ്പോയല്ലോ എന്ന് ദുഃഖിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്ത കുറ്റങ്ങൾക്ക് റബ്ബെ മാപ്പാക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞ 3 നിബന്ധനകളോടൊപ്പം അടിമകളുമായി ബന്ധപ്പെട്ട തെറ്റുകളാണെങ്കിൽ ആ തെറ്റുകൾക്ക് അവരുമായി ബന്ധപ്പെടുത്തി NOC വാങ്ങുന്ന പണി കൂടി ചെയ്ത്, അഥവാ അവരെ പറഞ്ഞു തീർക്കേണ്ടത് പറഞ്ഞും കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തും അവരുടെ റെക്കോർഡ് കൂടി ക്ലിയർ ആക്കിയിട്ട് ഒരു മനുഷ്യൻ റബ്ബേ നീ എനിക്ക് മാപ്പാക്കണമെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ ഔദാര്യമാണ് മനുഷ്യന് നൽകുന്നത്. ഖുർആനിൽ തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ആയത്ത്, അർജാ ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഏതാണെന്ന ചർച്ചയിൽ മഹാന്മാര് പറയുന്നത് എന്താണ്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം എന്ന ആയത്താണെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു.
എന്താണ് അവിടെ പറയണത്? ശരീരത്തോട് തെറ്റ് ചെയ്ത് അതിക്രമം കാണിച്ച മനുഷ്യന്മാരെ, എന്റെ അടിമകളെ, ലാ തഖനതൂ മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകണ്ട. അഥവാ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് തെറ്റുപറ്റിപ്പോയവൻ, ഞാൻ എന്തായാലും തെറ്റിൽ ചെന്നു ചാടി, ഇനി എനിക്ക് രക്ഷയില്ല, ഞാൻ നരകത്തിൽ തന്നെ, അതുകൊണ്ട് ഭൂമിയിലെങ്കിലും എൻജോയ് ചെയ്യട്ടെ ജീവിതം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പലരും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് സഞ്ചരിക്കുന്നത്. പക്ഷേ ഇസ്ലാം ഒരിക്കലും തന്നെ അത്തരമൊരു നിരാശയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറിച്ച് ഖുർആനിന്റെ വാക്കാണ്, ലാ തഖനതൂ മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത്. എത്ര വലിയ ദോഷം ചെയ്തവനും അവന്റെ ദോഷം പൊറുപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. കേട്ടിട്ടില്ലേ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാമായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഹിന്ദ് എന്ന പെണ്ണിന്റെ കൊട്ടേഷൻ എടുത്തുകൊണ്ട് അതാ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുളി എറിഞ്ഞ് ഉഹദിൽ വെച്ച് അതാ മറഞ്ഞു നിന്നുകൊണ്ട് കൊല്ലാനുള്ള എല്ലാ ചരടുവലികളും നടത്തി. അവസാനം ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ വഹ്ശിയുടെ മനസ്സിലും മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണ്. വഹ്ശിയുടെ മനസ്സിൽ പാശ്ചാത്താപത്തിന്റെ മനസ്ഥിതി കടന്നു വരികയാണ്. പക്ഷേ എന്തു ചെയ്യാൻ, എനിക്ക് ജീവിതത്തിൽ എത്രയോ വലിയ അബദ്ധങ്ങൾ പറ്റിപ്പോയി, ഇനി മാപ്പാക്കി നന്നാവാൻ എന്താണ് വഴി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഹ്ശി അടക്കമുള്ളവരെ ഹിറ്റ് ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. ആരെങ്കിലും സഹാബികൾ കണ്ടാൽ തന്നെ തട്ടിക്കളയുമെന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനതാ പ്രത്യേകമായിട്ടുള്ള ഒരു സന്ദേശം അയച്ചു, നബിയെ, ഇസ്ലാമിൽ വരണമെന്നും നന്നാകണമെന്നും എനിക്ക് താല്പര്യമുണ്ട്. എന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ പാപക്കറകളൊക്കെ കഴുകിക്കളഞ്ഞൊരു നല്ല മനുഷ്യനാവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനു ഞാൻ എന്തു ചെയ്യും? അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ കാണാൻ സാധിക്കുന്ന ഒരു സംഗതിയുണ്ടല്ലോ. എന്ത്? ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമയാവണമെങ്കിൽ അവൻ ആരായിരിക്കണം? വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ യുളാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാനാ. അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ പ്രത്യേകത കിട്ടിയ അടിമകളുടെ ലക്ഷണങ്ങൾ വിശദീകരിക്കുന്നിടത്ത് 3 സംഗതികൾ അവനിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹു പറയുന്നു. ഒന്ന്, അള്ളാഹുവിന് പുറമെ മറ്റ് ആരാധ്യന്മാരെ സ്വീകരിക്കാൻ പാടില്ല. രണ്ടാമത്തത്, വ്യഭിചരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഒരാളെ അകാരണമായി കൊല ചെയ്യാൻ പാടില്ല. എന്നാൽ ഈ അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയ ആളാണല്ലോ ഞാൻ, അതുകൊണ്ട് എന്നെ അല്ലാഹു തആല സ്വീകരിക്കില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്ശിയുടെ സന്ദേശത്തിന്റെ പരിഹാരം അഥവാ അതിന്റെ മറുപടി അല്ലാഹു തആല അറിയിക്കുകയാണ്. തുടർന്ന് ഇല്ലാ മൻ താബ വ ആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു, ഈ തെറ്റൊക്കെ ചെയ്ത മനുഷ്യൻ തന്നെ, പക്ഷേ അവൻ അത് ബോധ്യപ്പെടുത്തുകൊണ്ട് പാശ്ചാത്തപിച്ചു മടങ്ങാൻ തയ്യാറാവുകയും സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാനും കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്ന ഈ പാപക്കറകൾ അതെനിക്ക് കഴുകിക്കളയണമെന്ന് ചിന്തിച്ചു പാശ്ചാത്തപിക്കാനും തയ്യാറായാൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളൊക്കെ തന്നെ അല്ലാഹു തആല നന്മയാക്കി മാറ്റിക്കൊടുക്കുമല്ലോ. അതാണ് ഈ ഏട് വെളുപ്പിക്കുക എന്ന് പറഞ്ഞത്. തൗബ ചെയ്തൊരു മനുഷ്യൻ നന്നാകുമ്പോ അവന്റെ ആ തിന്മ പിന്നെ അവിടെ കാണില്ല. ആ സ്ഥാനത്ത് ഒരു നന്മയുടേതായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കോളം കടന്നു വരികയാണ്. അതന്നെയാണ് ഇവിടെയും പറഞ്ഞത്, വയ്യൽ സഹീഫത്തക സൗദാ ഫീ റജബി, റജബ് മാസത്തിൽ നിന്റെ കർത്തേടുകളെ നീ വെളുപ്പിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ വഹ്ശിക്ക് പക്ഷേ വീണ്ടും ബേജാറായി. കാരണം എന്താ? ഇവിടെ പറയണത് എന്താണ്? സത്യവിശ്വാസം സ്വീകരിക്കുകയും തൗബ ചെയ്യുകയും ചെയ്ത മനുഷ്യന്മാർ അവരെ അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ്. പക്ഷെ ആ തൗബ ഞാൻ ചെയ്താൽ എന്റേത് സ്വീകരിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ വീണ്ടും സന്ദേഹമുണ്ടായി. ആ സമയത്ത് നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല അവതരിപ്പിച്ചതാണ്. ഇതിലും ഡിമാൻഡ് തോന്നുന്നു. അല്ലാഹു തആല പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് വഹ്ശിയുടെ സംശയം വരുന്ന കൂട്ടത്തിൽ വന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു തആല ശിർക്കല്ലാത്ത എല്ലാ ദോഷവും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അപ്പൊ അല്ല എന്റെ ദോഷം പുറത്തു തരാൻ ഉദ്ദേശിക്കോ എന്നെനിക്കറിയില്ലല്ലോ എന്ന് വഹ്ശിക്ക് സംശയമായി. അപ്പോഴാണതാ ഒരു ഡിമാൻഡും ഇല്ലാത്ത, ഒരു പ്രത്യേക ഉപാധിയുമില്ലാത്ത പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ആയത്ത്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്
തെറ്റു ചെയ്ത് ശരീരത്തോട് അതിക്രമിച്ച എന്റെ അടിമകളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവണ്ട എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു കൽപ്പിച്ചു. ഈ ആയത്തിൽ ഒരു ഡിമാൻഡും ഞാൻ കാണുന്നില്ല. നേരെ ഇലാ ഹളറത്തി റസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് ഞാൻ സൂചിപ്പിക്കുന്നത്, തെറ്റു ചെയ്ത് ശരീരത്തോട് അതിക്രമം കാണിച്ച ആളുകൾ, ആ ആളുകൾക്ക് ഒരിക്കലും തന്നെ നിരാശ വേണ്ട, മറിച്ച് ഇനി അങ്ങോട്ട് നന്നാവാൻ തീരുമാനിക്കണം. അപ്പൊ നമ്മളൊക്കെ തന്നെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല ഏടുകൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും പല അബദ്ധങ്ങളും ചെയ്തു പോയവരായിരിക്കും. എന്നാൽ വരാനിരിക്കുന്ന റമളാനിനെ വരവേൽക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ തയ്യാറെടുക്കണം. ആ തയ്യാറെടുപ്പിന്റെ ഏറ്റവും പ്രഥമഘട്ടമാണ് തൗബ ചെയ്യുക എന്ന് പറയുന്നത്. അതന്നെയാണ് ഇവിടെയും പറയുന്നത്. മഹാന്മാര് ബയ്യന്നു സഹീഫത്തക സൗദാ ഫീ റജബി ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി, നിന്റെ കറുത്ത ഏടുകളെ നീ വെളുപ്പിക്കണം റജബ് മാസത്തിൽ. എന്തുകൊണ്ടാ വെളുപ്പിക്കേണ്ടത്? ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി, നരകത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ പര്യാപ്തമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട്. കാരണം ഷഹറുൻ ഹറാമുൻ അതാ മിന്ന ശുഹരിൻ ഹുറുമി, പ്രത്യേകം മഹത്വമുള്ള മാസങ്ങളിൽപ്പെട്ട ഒരു ബഹുമാനമുള്ള മാസം യുദ്ധം ഹറാമാക്കി ആദരവ് നൽകി അല്ലാഹു തആല ആദരിച്ചൊരു മാസം ഇതാ വന്നിരിക്കുകയാണ്. സഹോദരാ സഹോദരി, നിനക്ക് ഇദാ ദഅല്ലാഹ ദാഇം ഫീഹി ലം യഖിബി, ഈ മാസത്തിൽ അള്ളാഹുവിനോട് ദുആർക്കണ ഒരാൾ ദുആ ചെയ്താൽ അവൻ വെറുതെ ആവില്ല, അവൻ പരാജയപ്പെടില്ല. അള്ളാഹു അവന്റെ ദുആ സ്വീകരിക്കും. അതായത് ഈ മാസം പ്രത്യേകമായി നിങ്ങൾ ഗൗനിക്കണം, പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. നന്മ കൊണ്ട് അള്ളാഹു തആല ആദരിച്ച മാസമാണ്. ആ മാസത്തിന്റെ ബഹുമാനത്തോടുകൂടെ നിങ്ങൾ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. അള്ളാഹുവിനോട് നിങ്ങൾ കൈയുയർത്തി ദ്വാർക്കണം. തൂബാലി അബ്ദിൻ സക്കാ ഫീഹി ലഹു അമലു ഫകഫ ഫീഹി അനിൽ ഫഹ്ശാഇ വറിയബി, തൂബാലി അബ്ദിൻ, ഒരടിമക്കാണ് സന്തോഷങ്ങളായ സന്തോഷങ്ങൾ മുഴുവനും നേരാനുള്ളത്. എങ്ങനത്തെ അടിമ, എങ്ങനത്തെ മനുഷ്യൻ? സക്കാ ഫീഹി ലഹു അമലു, അവന്റെ പ്രവർത്തനങ്ങളൊക്കെ അതിൽ കുറ്റമറ്റതായി, തെറ്റുകളില്ലാത്ത, കുറ്റങ്ങളില്ലാത്ത, ആത്മാർത്ഥമായി റബ്ബിനു വേണ്ടി അവന്റെ പൊരുത്തം വിചാരിച്ച് ചെയ്ത പ്രവർത്തനങ്ങൾ ഈ മാസത്തിൽ ഒരാൾ ചെയ്യുകയും ഫകഫ ഫീഹി അനിൽ ഫഹ്ശാഇ, അരുതായ്മകളും തെറ്റുകളും അവൻ പൂർണ്ണമായി ഒഴിവാക്കാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവം, അത് സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം ഷഹറുൻ ഹറാമുൻ, ആദരവുള്ള മാസം. അത് വന്നിരിക്കുകയാണ് മനുഷ്യന്റെ അടുത്തേക്ക്. അതുകൊണ്ട് തന്നെ ഈ റമളാനിന്റെ മുന്നൊരുക്കം എന്ന നിലക്ക് റജബ് മാസമാകുന്ന പ്രത്യേകം ആദരവ് നൽകപ്പെട്ട 4 മാസങ്ങളിൽപ്പെട്ട ഈ മാസം കൊണ്ട് നമ്മൾ പ്രത്യേകം സന്തോഷിക്കുക. ആ മാസത്തിൽ ഇബാദത്തുകളിൽ മുഴുകുക. ഈ മാസത്തിൽ തെറ്റുകളിൽ നമ്മൾ മാറാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്തിഹാസുൽ ഫുർസത്തി ബിൽ അമലി ഫീ ഹാദ ശഹരി ഗനീമ, ഈ മാസത്തിൽ അതാ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ സമയം മുതലെടുക്കുക എന്നുള്ളത്, അവസരം മുതലെടുക്കുക എന്നുള്ളത്, അത് ഏറ്റവും വലിയ ഗനീമത്തെടുക്കലാണ്. വഖ്തിനാമു ഔഖാതിഹി ബിത്താഅതി ലഹു ഫളീലത്തുൻ അലീമ, സമയങ്ങളൊക്കെ ശരിക്കും ആരാധനകൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് നല്ല നല്ല പടച്ചോൻ പൊരുത്തപ്പെടുന്ന സംഗതികൾക്ക് വേണ്ടി വിനിയോഗിക്കുക. ആരാധനകൾ എന്ന് പറയുന്നത് നിസ്കാരം നോമ്പ് മാത്രമല്ല, നമ്മളിതാ ഇൽമു പഠിക്കാൻ വേണ്ടിയിരിക്കുന്നു, അത് ഇബാദത്തിന്റെ കൂട്ടത്തിൽ പെട്ടതാണ്. എന്നു മാത്രമല്ല, അനിവാര്യമായ വിജ്ഞാനങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടി, മനുഷ്യന്റെ മനസ്സ് നന്നാക്കാൻ സഹായകമാകുന്ന വിവരങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു പവറുള്ള സംഗതിയാണ്. മഹാന്മാരത് പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക്. ഫതഅല്ലുമുൻ ലിൽ ബാബി മിൻ ഇൽമിൻ ലഹു ഫളലുൻ അലാമി അത്തിറുകൈഅതി നാഫിലാ, 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും പവർ ഒരു വിജ്ഞാനത്തിന്റെ ഒരു അധ്യായം അവൻ പഠിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ലഭിക്കും. അപ്പൊ ഉപകാരപ്രദമായ ചർച്ചകൾ നടക്കുന്നിടത്ത് ആ കാര്യങ്ങൾ കേട്ട് നമ്മുടെ ഈമാൻ ദുഷിപ്പിക്കാത്ത, അള്ളാഹുവിന്റെ മഹാന്മാരെയും സ്വാലിഹീങ്ങളെയും ഉലമാഇനെയും ചീത്ത പറയാത്ത, അത്തരത്തിലുള്ള നമ്മുടെ കാതിനെയും അതേപോലെ നമ്മുടെ മനസ്സിനെയും ദുഷിപ്പിക്കുന്ന അത്തരം സ്ഥലങ്ങളിൽ ചെന്ന് ടൈം കളയാതെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കണം, അള്ളാന്റെ ദുനിയാവിൽ അങ്ങനെ പലതും നടക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റജബ് മാസം വരുന്നു, നമ്മൾ റജബ് മാസത്തിൽ നമ്മൾ ജീവിക്കുന്നു. നമ്മൾ ചിന്തിക്കണം, ഒരു ഉത്തരവാദിത്വവുമില്ലാതെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ പേരിൽ വ്യഭിചാരോപണം വരെ നടത്തുന്ന ആളുകൾ, അതേപോലെ തന്നെ കളവാരോപണം നടത്തുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി ഇരുന്നു കൊണ്ട് നമ്മുടെ സമയം നമ്മൾ കളയണ്ട.
ഫേസ്ബുക്ക് എന്ന് പറയുന്നതും അതേപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളുമൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അവനവന് ഉപകാരമുള്ള ദീനിന് ഉപകാരമുള്ള സംഗതികൾക്ക് വേണ്ടി മാത്രമാകട്ടെ. അതിന്റെ അപ്പുറത്തേക്ക് ഒരിക്കലും തന്നെ ഒരു മനുഷ്യന്റെയും പ്രവർത്തനം അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത്. കാണുന്നതിനൊക്കെ ലൈക്ക് കൊടുക്കാനും അതേപോലെ തന്നെ അതിനൊക്കെ ഷെയർ ചെയ്യാനും വേണ്ടി നമ്മുടെ സമയം നമ്മൾ ചെലവാക്കണ്ട. ഒരു ആലിമിനെ ചീത്ത വിളിക്കുന്ന ഒരു സംരംഭത്തിന് നമ്മൾ വാക്കുകൊണ്ടെങ്കിലും പിന്തുണ പ്രഖ്യാപിക്കണ്ട, അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ടുപോലും നമ്മൾ അതിന് പിന്തുണ പ്രഖ്യാപിക്കരുത്. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞകാല ജീവിതത്തിലെ അബദ്ധങ്ങൾ പുറത്തു കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രത്യേകമായി സത്യവിശ്വാസി നടത്തേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കണം, വിശുദ്ധമായി റജബ് റമളാനിന് വേണ്ടിയുള്ള ഒരുക്കം മാനസികമായി നടത്താനുള്ള അഥവാ ആത്മീയമായ വിജയത്തിലേക്കുള്ള കൃഷിയുടെ വിത്തിറക്കേണ്ട സമയമാണ് റജബ്. അപ്പൊ ഈ മാസം പ്രത്യേകം പവറുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ മാസം പവറുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളെ വകയായിട്ട് എന്തുണ്ടാക്കണ്ട, പവറിന് ഒരു മേമ്പൊടി എന്നുള്ള നിലക്ക് കടക്കട്ടെ ഒരു തമാശക്ക് എന്ന രൂപത്തിൽ നമ്മളെ വകയായിട്ട് ഒന്നും ഉണ്ടാക്കണ്ട. എന്താ ഞാൻ പറയുന്നത് വെച്ചാല്, ഇപ്പൊ ഈ റജബ് മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഗതി എന്താ? ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഗതി റജബിന്റെ 1-ാം തീയതി ആരെങ്കിലും മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുത്താൽ അല്ലെ അയാൾക്ക് കിട്ടുന്ന കൂലിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നാ. വാസ്തവത്തിൽ നാം ആലോചിക്കണം, റജബ് മാസത്തിന്റെ മഹത്വത്തെ കുറിച്ച് സ്ഥിരീകരിക്കുന്ന ലൈഫായ ഹദീസുകളോ അല്ലെങ്കിൽ ചിലരൊക്കെ കെട്ടിണ്ടാക്കിയ മൗലൂ എന്ന് വരെ പറയണ അതുവരെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് ഇമാമുകളുണ്ട്. ഞാൻ നേരത്തെ വായിച്ച ഗ്രന്ഥങ്ങളൊക്കെ ആയിപ്പെട്ടതാ ഫളായിലു ഷഹ്ർ റജബ്, ബഹുമാനപ്പെട്ട പിന്നെ ഹാഫിൽ അൽ ഖല്ലാൽ റളിയല്ലാഹു അൻഹുവിന്റെ, അതേപോലെ തബീയുൽ അജബ് ബിമാ വറദ ഫീ ഫളൽ റജബ് ഇബ്നു അൽ അസ്കലാനി റളിയല്ലാഹു അൻഹുവിന്റെ, വഉ സിറാജ് ഫീ ഫളൽ റജബിൻ വ ഖിസ്സത്തുൽ മിഅ്റാജ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഇമാം ഖുർദിയുടെ, അൽ അദബ് ഫീ റജബ് എന്ന് പറയുന്ന ഇമാം പിന്നെ മുല്ലാലിയുൽ ഖാരി റളിയല്ലാഹു അൻഹുവിന്റെ, ഇങ്ങനെയുള്ള ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ഹദീസുകൾ അവരവിടെ ഉദ്ധരിക്കുകയും ആ ഹദീസുകൾ സ്വീകാര്യമാണോ അല്ലേ എന്ന് വിശദമായി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ പോലും അങ്ങനത്തെ ഒരു ഹദീസ് അവരാരും കൊടുക്കണില്ല. അതിന്റെ അർത്ഥം അതിപ്പോ ആരോ കണ്ടെത്തിയതാണ് എന്ന് തന്നെ ആവാനേ നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ ഈ ഹദീസ് കൊടുത്തോലും ഇതിന്റെ മലയാളം അല്ലാതെ ഇതിന്റെ അറബി പിന്നെ മൂലം അതേപോലെ തന്നെ പിന്നെ ഇത് ആരാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന സംബന്ധമായിട്ടുള്ള അത് എവിടുന്ന് വന്നു അതിന്റെ സോഴ്സ് എന്താണ് എന്ന സംബന്ധമായിട്ടുള്ള ഒരു സംഗതിയില്ല. പക്ഷെ മഹത്വം പറഞ്ഞ് കേട്ടോടുകൂടെ എന്ത് ചെയ്തു, നമ്മൾ ബാക്കിയൊന്നും ആലോചിക്കാതെ ഒരൊറ്റ പോസ്റ്റ് ചെയ്യല്, എല്ലാവരും അത് ഷെയർ ചെയ്യാണ്. ഒരിക്കലും തന്നെ അത്തരം ഒരു സംഭവം നമ്മൾ ആരും ചെയ്യാൻ പാടില്ല. കാരണം എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഉലമാ ഇമാമുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. അയിമ നിന്നാൽ തന്നെ എമ്പാടും പുണ്യം നമുക്ക് ലഭിക്കാനുണ്ട് അല്ലെ. അപ്പൊ ആ കൂട്ടത്തിൽ റജബ് മാസത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ചെയ്യാനുള്ളത് കോമൺ ആയിട്ടുള്ള സംഗതികളാണ്. അതായത് റജബ് മാസത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു നോമ്പ്, റജബ് മാസത്തിന്റെ എന്ന നിലക്ക് ഒരു പ്രത്യേകമായ നോമ്പ്, റജബിൽ പ്രത്യേക നോമ്പ് വിൽക്കണം, അത് വേറെ. അതേസമയത്ത് റജബിൽ പ്രത്യേക നോമ്പ് എന്ന രൂപത്തിൽ നോമ്പ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഉദ്ധരിക്കപ്പെടുന്ന സംഭവങ്ങൾ കുറവാണ്. അതേസമയത്ത് റജബിൽ എന്ത് ചെയ്യണം, പുണ്യമുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ പുണ്യമുള്ള മാസത്തിൽ പൊതുവിൽ സ്ഥിരപ്പെട്ട നന്മകൾ വർദ്ധിപ്പിക്കണം. അതാണ് പണ്ടുള്ള ആളുകളൊക്കെ റജബ് 1 മുതലേ സുന്നത്ത് നോമ്പ് തുടങ്ങലുണ്ടായിരുന്നു അല്ലെ. 96 നോമ്പൊക്കെ നോക്കുന്ന ആൾക്കാരില്ലേ പഴയ ആളുകളൊക്കെ. നമുക്ക് എത്ര ആളുകൾ അറിയാലോ, വയസ്സായ ആളുകളൊക്കെ നോൽക്കലില്ലേ. എന്താ അപ്പൊ റജബ് മാസം റമളാൻ പോലെ പ്രത്യേകം സുന്നത്ത് നോമ്പ് ഉണ്ടായതല്ല, മറിച്ച് പൊതുവിന് സുന്നത്ത് നോമ്പിന് മഹത്വമുണ്ട്. അതിന് സുന്നത്തങ്ങൾ പഠിപ്പിച്ചതാണല്ലോ. ഒരു സുന്നത്ത് നോമ്പ് ഒരാൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നോറ്റാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹീഹായ ഹദീസിലുണ്ട്. അത് നോമ്പ് വിലക്കപ്പെടാത്ത ഏത് സമയത്തും നോൽക്കാം. പ്രത്യേകിച്ച് പൊതുവിൽ മഹത്വം സ്ഥിരപ്പെട്ട ദിവസങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അത് വളരെ മഹത്വമുള്ളതാണ്. അപ്പൊ ഈ പ്രത്യേകം നോൽക്കുക എന്നുള്ളതും പ്രത്യേക നോമ്പ് എന്നുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, പലയിടത്തും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ നിസ്കരിച്ചതിന് ശേഷം ദുആ കഴിഞ്ഞിട്ട് ഒരു 3 സലാത്ത് അല്ലെങ്കിൽ 10 സലാത്ത് പല സ്ഥലങ്ങളിലും ചെല്ലും, ചെല്ലിനോടത്തൊക്കെ ചെല്ലിക്കോട്ടെ. പക്ഷെ ആ ചെല്ലണത് അപ്പൊ ഒരു 10 സലാത്ത് പ്രത്യേക സലാത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല. അതേസമയത്ത് സലാത്ത് എപ്പോഴും ചെല്ലാം. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങൾ സലാത്തും സലാമും നിർവഹിക്കണം എന്ന് കോമൺ ആയിട്ട് അള്ളാഹു പറഞ്ഞതാണ്. അത് മറ്റു വിലക്കുകളില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ആ സ്വലാത്താവാം, അതെപ്പോഴും ചെല്ലാം. നിസ്കരിച്ച് ദുആ കഴിഞ്ഞിട്ടും ആവാം,
ശരിയല്ലേ? അപ്പൊ കണ്ടത് പ്രത്യേക സലാത്ത് എന്നതും പ്രത്യേകം സലാത്ത് എന്നുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് കൂട്ടിക്കുഴച്ചിട്ടാണ് നമ്മളെ മൗലവിമാര് സാധാരണ ജനങ്ങളെ പൊട്ടീസാക്കുക. എന്ത് അങ്ങനെ ഒരു സലാത്ത് റസൂല ചെല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സലാത്ത് എല്ലാം റസൂല പഠിപ്പിക്കണ്ട. മറിച്ച് അങ്ങനെ പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? അതിന് തെളിവ് കാണിക്കേണ്ടി വരും. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത് എല്ലായിടത്തും ബാധകമാണ്. ഓരോ വിഷയത്തിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ ഒരു സംഗതി മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനസ്സിലായില്ലേ? ആ ഒരു സംഗതി നമ്മൾ ആ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. പ്രത്യേകം സലാത്ത് ഇല്ല എന്ന് പറയുന്നത് ഒരു പുണ്യത്തെ നമ്മൾ ആദരിക്കലാണ്. അതേസമയത്ത് പ്രത്യേക സലാത്ത് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കലാണ്. നമുക്കായിട്ട് ഉണ്ടാക്കാൻ അധികാരമല്ല. അതേസമയത്ത് പൊതുവിൽ സ്ഥിരപ്പെട്ടതിന് പ്രത്യേകമായിട്ട് നമ്മൾ ഒരു തയ്യാറെടുപ്പ് നടത്തി അത് കൂടുതലാക്കുക എന്നുള്ളത് പറ്റും. അപ്പൊ റജബ് മാസത്തിൽ പ്രത്യേകമായി റജബിനായിട്ടൊരു സെപ്പറേറ്റ് നോമ്പ് എന്ന രൂപത്തിലുള്ള നോമ്പ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള പ്രമാണങ്ങളിൽ നിന്ന് ലഭ്യമല്ല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് റജബ് മഹത്തുള്ള മാസമാണ്, എല്ലാ പുണ്യങ്ങളും വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. അതുകൊണ്ട് തന്നെ ആ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിൽ എന്തും കൂടട്ടെ, നോമ്പും കൂടട്ടെ, ബാക്കിയുള്ള സംഗതികളും കൂടട്ടെ. അതാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാല് ഇങ്ങനെ നമ്മളിത് മനസ്സിലാക്കിയില്ലെങ്കിലാണ് പലപ്പോഴും എന്ത് വരുന്നത്? വമ്പിച്ച അപകടങ്ങളിൽ മനുഷ്യൻ ചെന്നുപെടുന്നത്. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു തന്നെ തന്റെ ലത്തായിഫിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിശദീകരിച്ചെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്ത് പിന്നെ വമ്മസിയാമു വമ്മസിയാമു നോമ്പ് നോൽക്കൽ, റജബിന് സ്പെഷ്യലായിട്ട് നോമ്പ് നോൽക്കൽ, ഫലം യസിഹ ഫീ ഫളി സൗമി റജബിൻ ബിഖുസൂസിഹി. ഉണ്ടോ? അത് നമ്മൾ അടിവരടണം. ഫലം യസിഹ സഹീഹായി വന്നിട്ടില്ല ഫീ ഫളി സൗമി റജബിൻ, റജബിന്റെ നോമ്പിന്റെ ശ്രേഷ്ഠത സ്ഥിരീകരിച്ചുകൊണ്ട് സഹീഹായി വന്നിട്ടില്ല. എന്ത് ശ്രേഷ്ഠത? ബിഖുസൂസിഹി, പ്രത്യേകമായിട്ട് റജബിൽക്ക് ഒരു സെപ്പറേറ്റ് നോമ്പ്. പൊതുവിൽ സ്ഥിരപ്പെട്ട സുന്നത്ത് നോമ്പ് എപ്പോഴും നോൽക്കണം, റജബിൽ നോൽക്കാം. അത് റജബിന് കൂടുതലായിട്ട് നോൽക്കണം, അത് വേറെ വിഷയം. അതേ സമയത്ത് പിന്നെ ബിഖുസൂസിഹി, പ്രത്യേകമായിട്ടുള്ള ഒരു നോമ്പിന് ഉള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ തൊട്ടും വന്നിട്ടില്ല. വലാ അസ്ഹാബിഹി, റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ തൊട്ടും വന്നിട്ടില്ല. വലാകിൻ, പക്ഷേ റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന നബി ഖിലാബ, അബൂ ഖിലാബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കാല മഹാനവറുകൾ പറഞ്ഞു, ഫിൽ ജന്നത്തി ഖസ്റുൻ ലിസുവാമി റജബ്, റജബ് മാസത്തിൽ നോമ്പ് നോൽക്കുന്നവർക്ക് എന്തുണ്ട്? സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. റജബ് മാസത്തിൽ നോമ്പ് നോൽക്കുന്നവർക്ക് ഒരു കൊട്ടാരമുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോ മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഖിലാബത്ത, ഇവിടെ പറഞ്ഞ അബൂ ഖിലാബ എന്നവർ മിൻ കിബാരി താബിഈന, താബിഈ പ്രമുഖരിൽപ്പെട്ട ആളാണ്, സഹാബത്തിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖരിൽപ്പെട്ട ആളാണ്. ലാ യഖൂലു മിസ്ലഹു ഇല്ലാ അൻ ബലാഗിൻ, ഇതുപോലത്തെ സംഗതികളൊന്നും സ്വന്തം വകയായിട്ട് മൂപ്പർ പറയില്ല. അപ്പൊ അതിനെന്തുണ്ട്? തെളിവ് കിട്ടിയിട്ട് പറയാണ്. അപ്പൊ ഇതിനെന്ത് മനസ്സിലായി? റജബ് മാസത്തിൽ എന്ത് ചെയ്യണം? നോമ്പ് നോൽക്കണം. അത് മഹത്വമുള്ള മാസമാണ്, പുണ്യങ്ങൾ വർദ്ധിപ്പിക്കണം. പുണ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഗതി തന്നെയാണ് എന്ത്? നോമ്പ് നോൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് റജബില് നോമ്പ് നോൽക്കണ്ട എന്നാരും പറയേണ്ടയില്ല. നോൽക്കുന്നവരെ പിന്നാലെ ആക്ഷേപമായിട്ട് അതിന് തെളിവ് നോക്കി കൂടുകയും വേണ്ട. മറിച്ച് പൊതുവിൽ സ്ഥിരപ്പെട്ട പുണ്യങ്ങൾ അത് ഇതിൽ കൂട്ടുക എന്നുള്ളതാണ്. അത് പിന്നെ മേറാജിന്റെ നോമ്പ് പറഞ്ഞത് അതിന് പ്രത്യേകമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള അബൂ മുസ്ലിം മദീനി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസ് പിന്നെ ലൈഫാണ്. പക്ഷേ ലൈഫായ ഹദീസ് ഫളായിലുള്ള അമാലിൽ എമ്പാടും, അതായത് ഒരു അമല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തു മതി? ലൈഫായ ഹദീസ് മതി എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? തന്റെ അദ്കാറിലും മറ്റൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ സമയത്ത് ഒരു ഹുക്മ് സ്ഥിരപ്പെടുത്താൻ എന്ത് മതിയാവില്ല? സഹിയായ ഹദീസ് തന്നെ വേണ്ടി വരും. നമ്മൾ ഹുക്മ് സ്ഥിരപ്പെടുത്തേണ്ട ആൾക്കാരും അല്ലല്ലോ. അപ്പൊ അമല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈഫായ ഹദീസ് വന്നാൽ മതി. ആ ലൈഫായ ഹദീസിൽ എന്ത് വന്നിട്ടുണ്ട്? ശഅബാൻ 27 അത് സെപ്പറേറ്റ് പ്രത്യേകമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് പ്രത്യേകമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മൻസാമ യൗമ സബഇൻ വഇശ്രീന മിൻ റജബിൻ, റജബ് 27 ഒരാളെ സുന്നത്ത് നോമ്പെടുത്താൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ 60 മാസത്തെ പ്രതിഫലം അദ്ദേഹത്തിന് കണക്കാക്കപ്പെടും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അത് തന്റെ ഇഹ്യയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ മുസ്ലിം മദീനി റളിയല്ലാഹു അൻഹു തന്റെ പിന്നെ അമലുൽ യൗമി വല്ലയാലി എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റു പല മഹാന്മാരും ആ സംഭവം വളരെ വ്യക്തമായി ഉദ്ധരിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ വായിച്ച ഗ്രന്ഥങ്ങളിലൊക്കെ ആ ഹദീസ് കാണാൻ സാധിക്കും. അത് അവിടെ ബഹുമാനപ്പെട്ട പിന്നെ സക്കി ഉസ്താദ് അത് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ലൈഫായ ഹദീസ് കൊണ്ട് അമലിന് പറ്റും, മൗലു ആകാൻ പാടില്ല. മൗലു വെച്ചാൽ ഓരോരുത്തർ സ്വന്തം വക കെട്ടിണ്ടാക്കണത്.
അങ്ങനെ കെട്ടിണ്ടാക്കിയിട്ടൊക്കെ ഓരോ ആൾക്കാരെന്ത് ചെയ്യും, ചിലപ്പോ അവരുടെ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. പണ്ട് വഴുതനങ്ങ വിൽക്കാൻ പോയ ഒരു ചങ്ങാതി പള്ളിയുടെ മുന്നിൽ വെള്ളിയാഴ്ച വഴുതനങ്ങ വിൽക്കാൻ പോയി. പക്ഷെ എന്ത് ചെയ്യണില്ല, ആരും വാങ്ങണില്ല. അപ്പൊ ഇവനെന്ത് ചെയ്തു, അവസാനം പള്ളിയിൽ നിന്ന് ജനങ്ങൾ നിസ്കരിച്ചിറങ്ങുമ്പോ മുഅ്മിനീങ്ങളല്ലേ, അപ്പോൾ എന്ത് ചെയ്തു, ഒരൊറ്റ കാച്ചിലാണ് കാച്ചി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ അക്കലൽ ബാദിൻജാൻ ദഖലൽ ജന്ന, വൈതനങ്ങ നിന്നാ സ്വർഗത്ത് കടക്കുന്ന റസൂൽ പറഞ്ഞിരുന്നു. ചൂടപ്പം പോലെ അത് വിറ്റുപോയി എന്നൊരു കഥ പറഞ്ഞേക്കാം. അപ്പൊ ഇതൊക്കെയാണ് കെട്ടിണ്ടാക്കുന്നത്. ആ ഉണ്ടാക്കണ ഓല സൗകര്യത്തിന് ഉണ്ടാക്കണാണ്, മനസ്സിലായില്ലേ? ആ സൗകര്യത്തിന് ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാക്കിയതാണെങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് അമൽ ചെയ്യാനും പറ്റൂല. അതുകൊണ്ടാണ് ഒരു ഹദീസ് എന്ന് പറഞ്ഞു വരുന്ന സാധനം അത് മൗദു ആണോ, ആ മൗദു എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ സ്വന്തം കെട്ടിണ്ടാക്കിയത്. അത് ലൈഫ് പറഞ്ഞതിന്റെ അർത്ഥം റസൂൽ പറഞ്ഞിട്ടില്ല എന്നല്ല. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അപ്പൊ നമ്മളൊക്കെ കൂട്ടത്തിൽ തന്നെ കുറെ ആളുകൾക്ക് ലൈഫ് എന്ന് കേട്ടാൽ ഒരു HIV പോസിറ്റീവ് പറഞ്ഞ മാതിരത്തെ ഒരു എന്താ പറയാ, ഒരു മടുപ്പ് ചിലർക്ക് തോന്നലുണ്ട്. വാസ്തവത്തിൽ അങ്ങനൊന്നും വേണ്ട കാര്യമല്ല. തെർഹീബിലും അതേപോലെ തന്നെ, അതായത് ജനങ്ങൾക്ക് ഒരു കാര്യത്തിന് നന്മക്ക് പ്രചോദനം കൊടുക്കുന്നതിലും അതേപോലെ തന്നെ തിന്മയിൽ നിന്ന് അവരെ തടയുന്ന വിഷയത്തിലൊക്കെ വരുന്ന സംഗതികൾ, അതേപോലെ തന്നെ ഒരു അമല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ശ്രേഷ്ഠത സ്ഥിരീകരിക്കുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ മനാക്കിബുകൾ മഹാന്മാരുടെ മഹത്വം സ്ഥിരീകരിക്കുന്നതിൽ, അതിലൊന്നും എന്തിന്റെ ആവശ്യമല്ല. അതിൽ ഇങ്ങനത്തെ അതിന്റെ റിപ്പോർട്ടർമാരുടെ ബലാബലങ്ങൾ പരിശോധിച്ച് കൃത്യമായി അത് സ്ഥിരീകരിക്കപ്പെട്ട്, അവിടെയൊക്കെ പറയാനല്ലേ വലത്തോട്ട് തുപ്പാത്താണ്, മനസ്സിലല്ലേ? വലത്തോട്ട് തുപ്പാത്ത ആള് വേണമെന്നില്ല. മനാക്കിബിന്റെ വിഷയത്തിലൊന്നും അങ്ങനല്ല. അതൊന്നും മനസ്സിലാക്കാതെ നമ്മള് നാട്ടിലൊക്കെ ചില ആൾക്കാർ വെറുതെ സുന്യാളെ അറിയണവരെന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എന്താ അവിടെ സനത എവിടെ ഇവിടെ എന്നൊക്കെ ചോദിക്കല്ലോ. ഞാൻ അങ്ങോട്ട് പോകണില്ല, നമ്മൾ അത്തരം ചർച്ചകൾ ചെയ്യാറില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകണില്ലപ്പോ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ചില വലിയ ആൾക്കാർക്ക് പോലും എന്തില്ല, ചില വിഷയങ്ങളുടെ ഒന്നും വരുംവരായികളെ കുറിച്ചുള്ള ഒരു ധാരണ അല്ല നമുക്ക് മനസ്സിലാവണേ. നിങ്ങൾ ആലോചിച്ചൊക്കെ, മനാക്കിബിൽ എത്രയോ സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു തന്റെ അൽ മവാഹിബുൽ ലദുനിയയിലും, അതേപോലെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ അൽ ഖസായിസുൽ കുബ്രയിലും, ഹാഫിദ് അബൂ നുഐം തന്റെ ദലായിലുൻ നുബുവയിലും ഒക്കെ ഉദ്ധരിച്ച ചില സംഭവങ്ങൾ വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. മനാക്കിബിൽ ഇത് എമ്പാടും മതി, ശരിയല്ലേ? അപ്പൊ ഹുക്മ് സ്ഥിരപ്പെടുത്തുക എന്ന് പറയണതും ഫലായിലുള്ള അമലിൽ പരിഗണിക്കുക എന്ന് പറയുന്നതും തർഹീബിൽ, അതായത് ഒരു സംഗതിക്ക് പ്രചോദനം നൽകുക, ഒരു നന്മക്ക് പ്രചോദനം നൽകുക, തിന്മയിൽ നിന്ന് ആളുകളെ അകറ്റുക, ഇതിലൊക്കെ എല്ലാത്തിലും ഒരേ നിലപാടല്ല, ഒരേ തളപ്പല്ല ബഹുമാനപ്പെട്ട ഇസ്ലാം വെച്ചിട്ടുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് ശരാശരി ഒരു ചെറിയ ബോധമുള്ള ആളുകൾക്കൊക്കെ സാധിക്കണ കാര്യം തന്നെ. പക്ഷേ എവിടെയോ ആരോടൊക്കെയോ ഉള്ള വെറുപ്പുണ്ട്, മനുഷ്യന്മാർ കണ്ണ് കാണാത്തവരായി പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അത് വാസ്തവത്തിൽ അവർക്ക് തന്നെ പല വിഷയത്തിലും അടിയാകുമെന്നും ഇമാമുകൾ പറഞ്ഞതിന്റെ അപ്പുറത്താണ് അത് എന്നുള്ളതും മനസ്സിലാക്കാൻ അവരൊക്കെ എങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതാണ്. ഏതായാലും ശരി, പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പോയത്. അപ്പോ മെഹറാജിന്റെ നോമ്പ് അത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ മദീനി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു തന്നെ ഈ പറഞ്ഞ ഗ്രന്ഥത്തിൽ, ഏത് തബീനുൽ അജബ് ബിമാ വറദ ഫീ ഫളീൽ റജബ് എന്ന ഗ്രന്ഥത്തിൽ അടക്കം ചെയ്തിട്ടുണ്ട്, ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാത്ത പൊതുവില് റജബ് മൊത്തം പ്രത്യേകം നോമ്പുണ്ട് എന്ന് വന്നിട്ടില്ല. അതേ സമയത്ത് റജബിൽ എന്തുണ്ട്, നോമ്പ് നോൽക്കണോൽക്ക് പ്രത്യേകത ഉണ്ട്. കാരണം എന്താ, റജബ് മാസം എന്ന് പറയുന്നത് പ്രത്യേകം പവറുള്ള മാസമാണ്, അല്ലെ? മിൻഹാ അർബഅത്തുൻ ഹുറും, അത് ഖുർആൻ പറഞ്ഞതാണല്ലോ. മിൻഹാ അർബഅത്തുൻ ഹുറും, 12 മാസങ്ങളിൽ 4 അള്ളാഹു പ്രത്യേകം ആദരവ് നൽകിയിട്ടുള്ള മാസമാണ്. ആദരവ് നൽകപ്പെട്ട സമയങ്ങളിൽ എന്താ ചെയ്യേണ്ടേ? ആദരവ് നൽകപ്പെട്ട സമയങ്ങളിൽ ചെയ്യേണ്ടത് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽപ്പെട്ട ഒരു പുണ്യാണ് സുന്നത്ത് നോമ്പ് എടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ ആളുകൾ എന്ത് ചെയ്തിരുന്നത്, അങ്ങനെ റജബ് മൊത്തം നോമ്പ് പറ്റത്. അപ്പൊ പറ്റുകയാണോ? പറ്റണോലൊക്കെ നോൽക്കണോ, വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ അതെങ്ങനെയല്ല, റജബിൽ ഒരു ഖാസ് നോമ്പുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, പൊതുവിലുള്ള സുന്നത്ത് നോമ്പ് റജബിൽ സജീവാക്കുകയാണ്. അത് എല്ലാത്തിലും അങ്ങനെ തന്നെ. ഒരു മനുഷ്യന് കൂടുതലായിട്ട് നന്മകൾ പൊതുവിൽ സ്ഥിരപ്പെട്ട നന്മ മഹത്വമുള്ള സമയങ്ങളിൽ കൂടുതലാക്കിയിട്ട് ചെയ്യാം എന്ന് പറയുന്ന സംഗതിയാണ് അതിൽ വന്നിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു സംശയം ഞാൻ ഇവിടെ തീർത്തതാണ്. റജബ് മാസത്തിന് സ്പെഷ്യൽ നോമ്പില്ല. അതേസമയത്ത് റജബിൽ ഒരുപാട് നോമ്പ് നോൽക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റജബിൽ ഒരുപാട് നോമ്പ് നോൽക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ പ്രത്യേക നോമ്പില്ല, അതേസമയത്ത് പ്രത്യേകം നോമ്പ് നോൽക്കണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതേപോലെ തന്നെ റജബിൽ ഉംറ ചെയ്യാം. പണ്ടൊക്കെ
പിന്നെ റജബ് മാസത്തിലൊരു ഉംറ എന്ന് പറയുന്നത് പ്രാധാന്യത്തോടുകൂടെ ആളുകൾ കണ്ടിരുന്നു. എന്നാൽ റജബിൽ ഉംറ ചെയ്യാൻ, റജബ് 27 നോമ്പ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ തലശ്ശേരി, ഞാൻ ഇപ്പൊ പറഞ്ഞു റജബ് 27 നോമ്പ് പ്രത്യേകം തന്നെ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മൻസാമ യൗമ സബ്ഇൻ വഇശ്രീന മിൻ റജബ്, റജബ് 27 അന്ന് നോമ്പ് നോറ്റാൽ അവന് പിന്നെ എന്ത് ചെയ്യും, 6 മാസത്തെ 60 മാസത്തെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന് ഹദീസ് വന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹദീസ് സഹീഹല്ല, പക്ഷേ പിന്നെ ലൈഫായ ഹദീസ് അമലിന് എമ്പാടും മതി എന്ന വിഷയത്തിൽ എന്തുമില്ല, മുസ്ലിം ലോകത്ത് പരിഗണനാർഹമായ ഒരു തർക്കമല്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഹദീസിന്റെ സനദ് കാണണം, അത് വായിക്കണം എന്ന് പറയേണ്ട കാര്യമല്ല. മൗലു ആണെങ്കിൽ അത് അമൽ ചെയ്യാൻ പറ്റൂല എന്നേ ഉള്ളൂ. മൗലു ആയത് റസൂലുള്ളാഹിന്റെ പേരിൽ നമ്മൾ കെട്ടിപ്പറയാൻ നമുക്ക് പാടില്ല. അതുകൊണ്ട് മൗലു ഒന്നും നമ്മളോട് ഇവിടെ സ്ഥിരീകരിക്കൂല, നമ്മൾ തെളിവിനെടുക്കലുമില്ല എന്നത് സംബന്ധമായിട്ട് സൂചിപ്പിക്കുന്നു. അപ്പൊ ഏതായാലും ശരി, പിന്നെ റജബ് മാസത്തിൽ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉംറ, റജബിലായിട്ടൊരു ഉംറക്ക് കാണും ഒരാളിച്ചെങ്കിൽ ചില ആളുകളൊക്കെ ചിലയിടത്തൊക്കെ എഴുതി കാണാം, ഈ പുതിയ ആളുകളൊക്കെ ചിലയിടത്ത് എഴുതി കാണാം റജബിൽ അങ്ങനെ ഉംറ ചെയ്യുന്നതിന് ഒരു പുണ്യമല്ല. അങ്ങനെയല്ല, ബഹുമാനപ്പെട്ട സഹാബത്തൊക്കെ അത് പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു തന്റെ ലതായിഫിൽ തന്നെ വിശദീകരിക്കുന്നത് കാണാം. വഅമ്മൽ ഇഅ്തിമാറു ഫീ റജബിൻ, റജബ് മാസത്തിൽ ഉംറ ചെയ്യൽ, ഫഖദ് റവ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തമറ ഫീ റജബ് ഫഅൻകറത് ദാലിക ആയിഷത്തു അലൈഹി വഹുവ യസ്മഉ ഫസകത. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു പറയാണ്, വസ്തഹബ്ബൽ ഇഅ്തിമാറ ഫീ റജബിൻ, റജബ് മാസത്തിൽ ഉംറ ചെയ്യലിനെ ഇഷ്ടത്തോടുകൂടെ കണ്ടു ആര്, ഉമർ ബിനുൽ ഖത്താബി വഗൈറുഹു, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാത്ത മഹാന്മാരൊക്കെ റജബ് മാസത്തിൽ ഉംറ ചെയ്യലിനെ ഒരു നല്ല കാര്യമായിട്ട് കണ്ടു. വകാനത്ത് ആയിഷത്തു തഫ്അലുഹു, ആയിഷ ബീവിയും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ വബ്നു ഉമർ ആയിലൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റജബിൽ പ്രത്യേകം ഉംറ ചെയ്യലുണ്ടായിരുന്നു. വനഖല ഇബ്നു സീരീന അനി സലഫി, സലഫു സാലിഹീങ്ങളെ തൊട്ട് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്, അന്നഹും കാനു യഫ്അലൂനഹു, അവരും എന്ത് ചെയ്യാറുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പ്രത്യേകം ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ അത് റജബിലുള്ള ഒരു പിന്നെ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ പ്രധാനമായി പരിഗണിക്കപ്പെടുന്ന മറ്റൊരു സംഗതിയാണ് എന്ത്, ഈ പറഞ്ഞ സംഗതി. അതേപോലെ തന്നെ റജബ് മാസത്തിൽ പ്രത്യേകം പരിഗണിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്ന് പറയുന്ന ദുആ. എല്ലാ ഇമാമുകളും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ ഇമാം തബറാനി അടക്കമുള്ളവർ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സായിദ് ഇബ്നു അബി റുഖാദ് എന്നവർ സിയാദുൻ നമീരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദാ ദഖല റജബുൻ, റജബ് മാസം പ്രവേശിച്ചാൽ കാല തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, പടച്ചോനെ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ, വ ബല്ലിഗ്നാ റമളാൻ, റമളാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ. ഈ ഹദീസ് ലൈഫാണ്, പക്ഷെ ആയിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമലിന് എന്ത് മതി, അമലിന് അത് മതി. അതുകൊണ്ട് തന്നെ ബല്ലിഗ്നാ റമളാൻ, ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്ന് പറയുന്ന ദുആ നമ്മളൊക്കെ എന്ത് ചെയ്യേണ്ടത് തന്നെയാണ്, ചൊല്ലേണ്ടത് തന്നെയാണ്. കാരണം എന്താ, ഈ റജബ് പറഞ്ഞത് നമ്മൾ പറഞ്ഞല്ലോ വിത്തിടാനുള്ള സമയമാണ്. അതുകൊണ്ട് ആ വിത്തിടലിന്റെ ഭാഗമാണിത്, റമളാനിനെ എത്തിച്ചു തരണം. ആ റമളാനിൽ എത്തുന്ന വരെയുള്ള ഈ റജബും ശഅബാനും അത് ബറക്കത്തുള്ളതാക്കി തരണം. ബറക്കത്ത് പറഞ്ഞത് വല്ലാത്തൊരു സംഗതിയാ. ഓരോ സംഗതിയിലുള്ള നന്മയുടെ വർധനവ് ഉണ്ടാവുക എന്നതിന്റെ അർത്ഥം, ബറക്കത്ത് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കേ. അല്ലാഹു തആല ചിലർക്ക് സമയത്തിൽ ബറക്കത്ത് കൊടുക്കും. സമയത്തിൽ ബറക്കത്ത് കിട്ടിയാൽ അവരെ 24 മണിക്കൂർ കൊണ്ട് അവർക്ക് ഒരുപാട് സംഗതി ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇപ്പൊ നമ്മളൊക്കെ എല്ലാ ആൾക്കാരും നമുക്ക് 24 മണിക്കൂർ തന്നെയല്ലേ. ബഹുമാനപ്പെട്ട നമ്മളെ ഉസ്താദ്മാർക്ക്, AP ഉസ്താദ് അടക്കം MA ഉസ്താദ് അടക്കമുള്ള ഉസ്താദ്മാർക്കും 24 മണിക്കൂറാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട MA ഉസ്താദ് താബിഈങ്ങളെ കുറിച്ചുള്ള സത്യത്തിൽ പേന പിടിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. എന്നിട്ടും മഹാനവറുകൾ താബിഈങ്ങളെ കുറിച്ചുള്ള ഒരു ചരിത്രം ഇപ്പോഴും എഴുതിക്കൊണ്ട് അല്ലാഹു തആല പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 24 മണിക്കൂർ കൊണ്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദൊക്കെ ഇവിടെ ചെയ്തു വെച്ച സേവനങ്ങൾ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതേ സമയത്ത് നമ്മക്കും 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂർ കൊണ്ട് നമ്മളെന്താ ചെയ്തേ? നമ്മളൊന്നും ചെയ്തില്ല. കുറെ ഇരുന്നും കടന്നും, കുറെ വർത്താനം പറഞ്ഞും, കുറെ ഉറങ്ങിയും നമ്മളെ സമയം അങ്ങനെ ആയിട്ട് തീർന്നുപോയി. അതിന്റെ അർത്ഥം എന്താ വെച്ചാല് ഈ 24 മണിക്കൂറിൽ നമുക്ക് ബർക്കത്ത് കുറഞ്ഞു എന്നാണ്. ബർക്കത്ത് കിട്ടിയാൽ സിയാദത്തുൽ ഖൈർ ഉണ്ടാകും, നന്മകൾ ഇങ്ങനെ കൂടി കൂടി ചെയ്യാൻ പറ്റും കുറഞ്ഞ സമയം കൊണ്ട്.
മനസ്സിലായില്ലേ? കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് സംഗതികൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു വെറും 46 വയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ചു. ആ 46 വയസ്സ് വരെ ജീവിച്ചപ്പോ മഹാനവറുകൾ രചിച്ച ഗ്രന്ഥങ്ങൾ ഷറഹുൽ മുഹദ്ദബ് അടക്കം, മിൻഹാജ് അടക്കം, റിയാദു സാലിഹീൻ അടക്കം, ഷറഹ് മുസ്ലിം അടക്കം, ബഹുമാനപ്പെട്ട നവവി ഇമാം റളിയല്ലാഹു അൻഹു 46 കൊല്ലം ജീവിച്ചപ്പോ അവര് എഴുതി ഉണ്ടാക്കിയ കിതാബുകള് അതേ 46 കൊല്ലം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരാവർത്തി എല്ലാ കിതാബും ഒരാവർത്തി വായിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. എന്റെ കാര്യം പറയാലോ, ബാക്കിയുള്ളവരുടെ കാര്യം പറയണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സമയത്തിൽ മഹാനവറുകൾക്ക് അല്ലാഹു തആല കൊടുത്ത ബർക്കത്തിന്റെ പവറാണ് നമ്മളെ കാണുന്നത്. അതേ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, ഇന്നത്തെ മാതിരിയല്ല. ഇന്നൊക്കെ ആണെങ്കിൽ ആധുനിക സംവിധാനങ്ങൾ പലതും ഉണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യണേ, കുറഞ്ഞ സമയം കൊണ്ട് കാര്യങ്ങൾ നടക്കുന്ന ആധുനിക സംവിധാനങ്ങൾ പലതും ഉണ്ടെന്ന്. അതേ സമയത്ത് അന്ന് അങ്ങനെയാണോ? അല്ല. മനസ്സിലായില്ലേ? അന്ന് അങ്ങനെയല്ല. അന്ന് ഒരു ഈ കലമ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചിട്ട് മഷി ഉണ്ടാക്കിയിട്ട് ആ മഷിയിൽ എന്ത് ചെയ്യണം, മുക്കിയിട്ട് കടലാസിൽ ഒരൊറ്റ ഹർഫ് കൊണ്ട് എഴുതിയ രണ്ടാമത്തെ ഹർഫ് എഴുതണമെങ്കിൽ വീണ്ടും ഇതിൽ മുക്കണം. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കിതാബുകൾ എഴുതിണ്ടാക്കിയ അക്കിതാബ് ഒരാവർത്തി വായിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ, എഴുതി ഉണ്ടാക്കണ ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ എഴുതിണ്ടാക്കിയ കിതാബുകൾ ഒരാവർത്തി വായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പല ഉസ്താദ്മാരും ഇവിടെ അടിക്കുന്നുണ്ട്, ഇച്ചും കഴിഞ്ഞിട്ടില്ല അല്ലെ, എനിക്കും പറ്റിയിട്ടില്ല എന്ന് പലരും ഇവിടെ അടിക്കണ്. അപ്പൊ നമ്മളൊക്കെ യഥാർത്ഥത്തിലുള്ള നമ്മളെ അവസ്ഥ അതാണെങ്കിൽ സമയത്തിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. ഖൈറുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീക്ക് കൂടുതലാണ് ബറക്കത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ, മനസ്സിലായില്ലേ? അതേ സമയത്ത് അതില്ലാണ്ടാവുമ്പോ വെറുതെ ടൈം എന്താവണം, ദുരുമ്പി തീരാണ്, ദ്രവിച്ച് തീരാണ്, ഒന്നിലും പെടാതെ പോവുകയാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണമേ എന്ന് പറഞ്ഞാൽ എല്ലാ ഖൈറിന്റെയും വർധനവിന് വേണ്ട തൗഫീക്ക് നൽകണമേ പടച്ചവനെ. കാരണം റജബ് വിത്തിടാനുള്ള മാസമാണ്, ശഅബാൻ അതിന് വളം കൊടുക്കുന്ന വെള്ളം ഒഴിക്കുന്ന മാസമാണ്. റമളാനും എത്തിച്ചു തരണം. കാരണം റമളാനിൽ വന്നാലാണ് ഇത് വിളവെടുപ്പിന്റെ സമയമാവുക. അപ്പൊ കർഷകൻ കൃഷി ഉണ്ടാക്കിയിട്ട് വിളവെടുപ്പിന്റെ മുമ്പേ മരിച്ചുപോയാൽ അതൊരു വല്ലാത്ത നഷ്ടമാണ്. വിളവെടുപ്പ് എന്നതൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അതവന്റെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് റജബിലും ശഅബാനിലും നമ്മൾ ദ്വാർക്കേണ്ടതാണ്. റമളാനിനെ എത്തിച്ചു തരാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു ഖൈറാണ്. ഇവിടെ മഹാന്മാരെ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. വഫീ ഹാദൽ ഹദീസി ദലീലുൻ, ഈ ഹദീസിൽ തെളിവുണ്ട്, അല ഇസ്തിഹ്ബാബി ദുആഇ ബിൽ ബഖാഇ ഇലൽ അസ്മാനിൽ ഫാദില. ആണോ, ശ്രേഷ്ഠതയുള്ള സമയങ്ങൾ വരെ ജീവിക്കാൻ അവസരം തരണമെന്ന് ദ്വാർക്കൽ സുന്നത്താണ്. മഹത്വമുള്ള സമയം വരെ ജീവിക്കാൻ എനിക്ക് അവസരം തരണമെന്ന് ദ്വാർക്കൽ സുന്നത്താണെന്ന് ഇന്ന് മനസ്സിലാണ്ട്. കാരണം എന്താ, ബല്യഗന റമളാൻ എന്ന് പറഞ്ഞില്ലേ, റമളാനെ എത്തിച്ചു തരണമെന്ന്. അത് വന്നാൽ എനിക്ക് ചിലതൊക്കെ ചെയ്യാണ്ട് എന്നല്ലേ വാസ്തവത്തിലാ പറഞ്ഞതിന്റെ അർത്ഥം. എന്തിനാണ് അങ്ങനെ ശ്രേഷ്ഠതയുള്ള സമയം വരെ എത്തിക്കണമെന്ന് ദ്വാർക്കണത്? ലി ഇദ്റാക്കിൽ അഅ്മാലി സാലിഹത്തി ഫീഹാ, സൽക്കർമ്മങ്ങൾ ആ മാസങ്ങളിൽ ചെയ്തു കൂട്ടാൻ വേണ്ടി. കാരണം ഫൈനൽ മുഅ്മിന, ഒരു സത്യവിശ്വാസി, ലാ യസീദുഹു ഉംറുഹു ഇല്ലാ ഖൈറാ, അവന്റെ ജീവിതം അവന് നന്മയല്ലാതെ വർദ്ധിപ്പിക്കില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദിവസം ജീവിച്ചാൽ ആ ഒരു ദിവസം കൊണ്ട് എത്ര സുന്നത്തുകളാണ് അവൻ എടുക്കുന്നത്, എത്ര നിർബന്ധങ്ങളാണ് അവൻ വീട്ടുന്നത്, എത്രയോ പുണ്യങ്ങളാണ് അവൻ ചെയ്യുന്നത്, എത്ര ദിക്റുകളാണ് അവൻ ചൊല്ലുന്നത്, എത്ര സ്വലാത്തുകളാണ് അവൻ ചൊല്ലുന്നത്, എത്ര നന്മകളാണ് അവൻ വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു ദിവസം കിട്ടിയാൽ അത് ഖൈർ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസായി അവൻ ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് തന്നെ വഖൈറുന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമന്മാർ, മൻ താല ഉംറുഹു, അവന്റെ വയസ്സ് ദീർഘിച്ചു, വഹസുന അമലുഹു, അവന്റെ പ്രവർത്തനം നന്നാവുകയും ചെയ്തു. അങ്ങനത്തവനാണ് നല്ല മനുഷ്യൻ. ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ഉണ്ടായി, എന്നിട്ടോ ഓരോ ദിവസവും എന്ത് കൂടിക്കൂടി വന്നു, അവന്റെ നന്മ കൂടിക്കൂടി വന്നു. ഇവിടെയാണ് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടത്. അവനവനെ തന്നെ നമ്മൾ വിമർശിക്കേണ്ടത് ഇവിടെയാണ്. ഞാൻ എത്ര കാലായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഇന്നലത്തേതിനേക്കാൾ നന്മയുടെ വർധനവ് ഇന്നത്തെ എന്റെ ജീവിതത്തിൽ ഉണ്ടോ നമ്മൾ ചിന്തിക്കണം. എന്നോ ശീലിച്ചു പോയ ചില ശീലങ്ങൾ, ആ ശീലങ്ങൾ അങ്ങനെ തന്നെ ആവർത്തിക്കലല്ലാതെ നന്മയുടെ വർധനവിന് നമ്മൾ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. ഇന്നലെ ചെയ്യാത്തൊരു സുന്നത്ത്
ഇന്നലെ വരെ സുന്നത്താന്ന് എനിക്ക് അറിയാം, പക്ഷെ ഇന്നലെ വരെ ഞാൻ ചെയ്തിട്ടില്ല. അത് ഇന്ന് എന്ത് ചെയ്യട്ടെ, ഇന്ന് മുതലാണ്ട് തുടങ്ങട്ടെ എന്ന് ഒന്ന് ചിന്തിക്കാൻ. ഏതെങ്കിലും ഒരു നന്മയുടെ വിഷയത്തിൽ നമുക്ക് പറ്റിയിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് ഒരു കണക്കെടുപ്പ് നടത്തുമ്പോ പടച്ചോനെ ആ ആയ കാലത്ത് ഞാൻ ചെയ്യാതെ പോയല്ലോ എന്ന് ദുഃഖിക്കാതിരിക്കേണ്ട സംവിധാനം നമുക്കുണ്ടോ? നമുക്കില്ല. എന്തിൽ മാത്രം ചിലപ്പോ ഉണ്ടാവും ദുഃഖിക്കേണ്ടാത്ത സംഭവം. ഒരാൾക്ക് ഒരു ഷുഗർ വന്നാല് പഞ്ചാര ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞാൽ ഓന് ദുഃഖിക്കാണ്ടക്കാൻ സംവിധാനം ഉണ്ടാവും. കാരണം എന്താ, പറ്റിയ കാലത്ത് കണക്കിന് തിന്നുകണ്. അതുകൊണ്ട് ഇപ്പൊ എനിക്കൊരു ബേജാറുമില്ല. കാരണം എന്താ, പറ്റിയ സമയത്ത് ചെയ്തില്ല എന്നുള്ള ഒരു ബേജാറില്ല എന്ന് അതിൽ നമുക്ക് പറയാൻ പറ്റും, അല്ലെ? അതേപോലെ തന്നെ കൊളസ്ട്രോൾ വന്നിട്ടുണ്ട്, കൊളസ്ട്രോൾ നല്ലോണം വന്നിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, മട്ടനൊന്നും അടിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചാൽ ആയിക്കോട്ടെ ഡോക്ടറെ, കുഴപ്പമില്ല. കാരണം എന്താ, പറ്റിയ കാലത്ത് ശരിക്കും അടിച്ചു മാറിക്കണ്. ഇതല്ലാതെ ഭക്ഷണത്തിന്റെ വിഷയത്തിലല്ലാതെ സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ ഇന്നലത്തേതിനേക്കാൾ എനിക്ക് ഇന്ന് നന്മ കൂട്ടാൻ സാധിച്ചു എന്ന ഒരു സംഗതി പിന്നെ എന്ത് ചെയ്യണം എന്ന ഒരു സംഗതി നമ്മൾ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് ചിന്തിക്കണം. അപ്പോൾ പറ്റിയിട്ടില്ലെങ്കിൽ ഇതുവരെ പറ്റിയില്ല എന്നുള്ളതുകൊണ്ട് ഇനി ചെയ്തുകൂടാന്നില്ല. മനസ്സിലായില്ലേ? ഇന്ന് മുതൽ നമുക്ക് ആലോചിക്കാം. ഈ റജബിന്റെ മഹത്വം എന്ന ഒരു ചർച്ച വാസ്തവത്തിൽ SGB വെച്ചത് തന്നെ ആ രൂപത്തിലുള്ള ഒരു ഉത്ബോധനം പറയണ എനിക്കും കേൾക്കണ നിങ്ങൾക്കും ലഭിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്കൊക്കെ നന്മ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹു ഇഖ്ലാസ് നൽകുമാറാവട്ടെ. അതാണ് പ്രധാനം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നലെ വരെ ഞാൻ ചെയ്തില്ല എന്നുള്ളത് ഇന്ന് ചെയ്യാതിരിക്കാനുള്ള കാരണം ആകാൻ പാടില്ല. ഇന്നലെ വരെ ഞാൻ എന്ത് ചെയ്യല്ല, റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കലില്ല, അതുകൊണ്ട് ഇപ്പൊ ഇന്നലെ വരെ നിസ്കരിക്കാതെ ഇപ്പൊ ഇന്ന് മുതൽ എന്താ നിസ്കരിക്കണ് എന്ന് ചിന്തിക്കേണ്ടയില്ല. മറിച്ച് നന്മ ഒരാൾ ഇന്ന് തുടങ്ങുകയാണെങ്കിലും അൽഹംദുലില്ലാ, വിവേകം വൈകി ഉദിച്ചാലും സ്വാഗതാർഹം എന്നല്ലേ ചിന്തിക്കണ്ടേ? മനസ്സിലായില്ലേ? എന്താണ് പാശ്ചാത്താപത്തെ കുറിച്ച് ഒന്ന് വ്യക്തമായി പറയും. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ പറയാം, പിന്നീട് സമയം പോലെ പറയാം സുഹൃത്തെ. അതായത് നല്ലൊരു കാര്യമാണ് അത്. മനസ്സിൽ നന്നാവണം എന്നൊരു ചിന്ത നമുക്ക് അല്ലാഹു തആല നൽകുകയാണെങ്കിൽ അത് ഈ സദസ്സിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അത് കാണാൻ പറ്റും. ചിലരുടെ മനസ്സിലെങ്കിലും അല്ലാഹു തആല നന്മ കൊടുക്കുകയാണെങ്കിൽ അതൊരു വല്ലാത്ത പിന്നെ സംഭവമാണ്. അത് 96 നോമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു. അതില് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സമയമായിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ച സംഗതിയാണ് എന്ത്, റജബ് മഹത്വം വർദ്ധിപ്പിക്കാനുള്ള മാസമാണ്. അതുകൊണ്ട് റജബ് സുന്നത്തോമ്പ് വർദ്ധിപ്പിക്കേണ്ട സമയം തന്നെയാണ്. ഷാബാനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സുന്നത്തോമ്പ് റസൂൽ എടുക്കല് ഷാബാനിലാന്ന് കാണാൻ സാധിക്കും. അത് പ്രത്യേകം പരിഗണിക്കേണ്ട മാസമാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഷാബാനും ആ രൂപത്തിൽ, റമളാൻ പിന്നെ എന്തായാലും നോറ്റല്ലേ പറ്റൂ. അതേപോലെ തന്നെ പിന്നെ ഷവ്വാലിലുള്ള 6 നോമ്പ്, ആ 6 നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ പുണ്യങ്ങളുടെ വർധനവിന് നിശ്ചയിക്കപ്പെട്ട സമയങ്ങളെ അതിൽ പ്രത്യേക നോമ്പ് നോൽക്കേണ്ടതും ചേർത്തുകൊണ്ടുള്ളതാണ് ഈ 96 നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നോൽക്കുന്ന ആളുകൾ ഭാഗ്യവാന്മാരാണ്. അതൊക്കെ നടക്കാൻ നമുക്കൊക്കെ എന്ത് ചെയ്യട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ജീവിതത്തിൽ പുലർത്താൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ ഇന്നലെ വരെ എന്ത് ചെയ്യില്ല, ചെയ്യാത്തൊരു സുന്നത്ത് അത് ഇന്ന് തുടങ്ങുകയാണെങ്കിൽ, ഇന്നലെ വരെ ഞാൻ ചെയ്യാത്തൊരു നന്മ ഇന്ന് ചെയ്യുകയാണെങ്കിൽ, എന്താ ഇന്നലെ വരെ ചെയ്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ ഇന്ന് ചെയ്യണമെന്ന് ചോദിക്കരുത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടാവില്ലേ, ചില ആൾക്കാർ അങ്ങനെ ചോദിക്കലുണ്ട്. അതിന്റെ ആവശ്യമല്ല. മറിച്ച് ഇന്നു മുതലെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ല കാര്യം തന്നെ ചിന്തിക്കണ്ടേ. നമ്മൾ കണ്ണിയത്ത് ഉസ്താദിന്റെ അവിടെ ഉറൂസ് നടത്താൻ പോയപ്പോ ചിലർ ചോദിച്ചില്ലേ, എന്ത് നിങ്ങൾ ഇത്ര കൊല്ലായിട്ട് 20 കൊല്ലായിട്ട് നിങ്ങൾ എവിടെയെന്നു, നിങ്ങൾ ഇക്കൊല്ലാണല്ലോ ഉറൂസ് നടത്താൻ വന്നത്, കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായിട്ട് 20 കൊല്ലായില്ലേ. കൊല്ലം പറഞ്ഞ ഏറെക്കുറെ ഊഹിച്ചു പറഞ്ഞാണ്. എന്ത് പറഞ്ഞ് ആലോചിച്ചോ കിടങ്ങള്. വാസ്തവത്തിൽ അവർക്ക് കണ്ണിയത്ത് ഉസ്താദിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടെന്താ, അൽഹംദുലില്ലാഹ് ഇതുവരെ ഓല് വന്നില്ല, ഇക്കൊല്ലം മുതലെങ്കിലും ഓല ആ ഉറൂസ് തുടങ്ങുകയാണെങ്കിൽ കണ്ണിയത്ത് ഉസ്താദിന്റെ ദർജ വർദ്ധിക്കാൻ ഇവരെ യാസീനും ദുആയും കൂടെ കാരണമാവുമല്ലോ എന്ന് ചിന്തിക്കല്ലേ പ്രിയപ്പെട്ടവരെ വേണ്ടത്. മനസ്സിലായില്ലേ? അങ്ങനെ ചിന്തിക്കണതിന് പകരം നിങ്ങൾ 20 കൊല്ലം നടത്തിയിട്ടില്ല പിന്നെ എങ്ങനെ എപ്പോ നടത്തലും നോക്കല. അങ്ങനെയല്ല, നേരത്തെ ഒരു നന്മ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ അത് ഇന്നൊരാൾ തുടങ്ങുകയാണെങ്കിൽ, സ്ഥിരപ്പെട്ട ഒരു നന്മ ഇന്നൊരാൾ തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ വേണ്ടത്. മനസ്സിലായില്ലേ? ആ രൂപത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണത്. അപ്പോ ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോ വാസ്തവത്തിൽ ഞാൻ ഈ ഒരു വിഷയം അപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്. എന്ത് അതൊന്നും ക്ലാസ് റൂമിൽ പറയാൻ ഒരവസരം സത്യത്തിൽ നേരത്തെ കിട്ടിയിട്ടില്ല എന്നുള്ളൂ. അന്ന് ഇത് കേട്ടപ്പോ, ഇങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോ ഞാൻ അന്ന് ആലോചിച്ചിട്ടുണ്ട്, എന്താ ഈ ചോദ്യത്തിന്റെ അർത്ഥം. 20 കൊല്ലമായിട്ട് നിങ്ങൾ നടത്തിയിട്ടില്ല പിന്നെ എങ്ങനെ എപ്പോ നിങ്ങൾ നടത്തുന്നുള്ള ചോദ്യം ശരിയാണോ? അത് ശരിയല്ല. കാരണം എന്താ, 20 കൊല്ലമായിട്ട് ചെയ്യാത്തൊരു നന്മ ഇന്നൊരാൾ തുടങ്ങുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്
അയാൾക്ക് അത്രയും ഭാഗ്യം കിട്ടിയല്ലോ, ഇനി മുതലെങ്കിലും നന്നാവാനായല്ലോ എന്ന് ചിന്തിക്കണം. അപ്പൊ റജബില് നമ്മൾ പുതിയൊരു തീരുമാനത്തിലെത്തുക. ഇന്നലെ വരെ ഞാൻ ചെയ്യാത്ത കുറെ ഹൈറുകൾ ഇന്ന് മുതലായിട്ട് വർദ്ധിപ്പിക്കാൻ തുടങ്ങുക. റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാത്ത ആളുകൾ റവാത്തിബ് സുന്നത്ത് തുടങ്ങുക. അതേപോലെ തന്നെ ഫർള് നിസ്കാരത്തിൽ തന്നെ എന്തുള്ള ആള് ഫർള് നിസ്കാരത്തിൽ തന്നെ ഫർള് നിസ്കാരത്തിൽ തന്നെ എന്ത് ചെയ്യാ, ഫർള് നിസ്കാരത്തിൽ എന്നെ കുറവുള്ള ആളുകൾ, അതെന്നെ കൃത്യമായിട്ട് ചെയ്യാത്ത ആളുകൾ, അവരൊക്കെ എന്ത് ചെയ്യുക, ഫർള് നിസ്കാരം ഒന്ന് സജീവാക്കി തുടങ്ങുക. അല്ലെ, അങ്ങനെയാണ് മനുഷ്യൻ എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്തിട്ട് നന്മകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നന്മകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അതാണ് വഖൈറുൻ നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാർ മൻ താല ഉംറുഹു വഹസുന അമലുഹു, അവന്റെ വയസ്സ് ദീർഘിക്കുകയും അവന്റെ പ്രവർത്തനങ്ങൾ നന്നാവുകയും ചെയ്തവരാണ്. അപ്പൊ കുറെ കാലം ജീവിച്ചു, പക്ഷെ നന്മയൊന്നും എന്ത് ചെയ്യണില്ല, ജീവിതത്തിൽ ഉണ്ടാവണില്ല. എന്നാണ് നമ്മളെ കൂറ്റമ്പാറ ഉസ്താദ് പറഞ്ഞ മാതിരി, ഈ കക്കൂസിലെ ക്ലോസറ്റിലെ വെള്ളം മാതിരി അത് ഏറണമില്ല കുറയണമില്ല എന്നുള്ള അവസ്ഥയല്ല. നന്മയിൽ എന്ത് ചെയ്യണം, വർധനവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഇന്നലെ വരെ ചെയ്യാത്ത ഹൈറുകൾ ഇന്ന് തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, ഷഅബാനിലും റജബിലും പടച്ചോനെക്ക് ബർക്കത്ത് നൽകണേ എന്ന് പറയുന്നത് ഈ വിത്തിടേണ്ട മാസമായ റജബ്. ആ റജബിൽ പുണ്യങ്ങളുടെ വർധനവ് നമ്മൾ തുടങ്ങി വെക്കുക. ഷഅബാനിൽ നല്ലോണം വെള്ളം കൊടുക്കേണ്ട സമയമാണ്. ആ പുണ്യങ്ങളുടെ വർധനവ് വീണ്ടും സജീവാക്കുക. അങ്ങനെ റമളാൻ വിളവെടുപ്പിന്റെ സമയമാകുമ്പോ ശരിക്കും അതിന്റെ ഒരു ഉത്സവം തന്നെ ആക്കി മാറ്റുക. നമ്മുടെ നാട്ടിലൊക്കെ കൊയ്ത്തുത്സവം എന്നൊക്കെ പറയാറില്ലേ, എന്ന പോലെ നന്മയുടെ സജീവതയുടെ ഉത്സവമാക്കിയിട്ട് ആ സമയങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. വക്കാല സലഫു, അതുകൊണ്ട് തന്നെ ഉത്തമരായ സലഫുകളായിരുന്നു, നല്ല നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ അവരായിരുന്നില്ല, തല്ലിപ്പൊളി സലഫിയല്ല. യസ്തഹിബ്ബൂന അൻ യമൂതു, അവർ മരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അഖിബ അമലിൻ സാലിഹിൻ, ഒരു സൽക്കർമ്മം ചെയ്ത ഉടനെന്ന് മരിച്ചു കിട്ടാൻ അവർ ആഗ്രഹിച്ചിരുന്നു. മിൻ സൗമി റമളാന, ആ സൽക്കർമ്മം ഏതുപോലെ, റമളാനിലെ നോമ്പ് പോലെ. ഔ റുജൂഇൻ മിൻ ഹജ്ജിൻ, അല്ലെ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരും പോലെ. എന്താ കാരണം, എന്താ, റമളാനിൽ ഏതൊരു മനുഷ്യന്റെ മനസ്സിലും അല്പെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ ഒരു ചെറിയ പുരോഗതിയെ കുറിച്ചുള്ള ചിന്തയൊക്കെ ഉണ്ടാകും. ആ ചിന്ത അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോ ആത്മീയ വിശുദ്ധിയാണ് നിലനിൽക്കുന്ന സമയത്ത് പടച്ചോനെ ഇപ്പാണ്ട് മരിച്ചു കിട്ടിയാൽ റമളാൻ കഴിഞ്ഞ് പെരുന്നാളിന്റെ അന്ന് ഭക്ഷണം കഴിക്കുന്നതിനോടുകൂടെ പലരും പെരുന്നാളിന്റെ അന്നത്തെ ആഘോഷം കൊണ്ട് തന്നെ അതുവരെ നേടിയ വിശുദ്ധിയൊക്കെ തകർത്തെറിയാറുള്ള, കാറ്റിൽ പറത്തി മുന്നോട്ട് പോകാറുള്ള അവസ്ഥ കാണാറുണ്ട്. എന്നാൽ അങ്ങനെ വരാതെ ആവാൻ വേണ്ടിയിട്ട് അവരൊരു ഹൈറ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ, ഹജ്ജിന് പോയപ്പോ ഹറമിലൊക്കെ ചെന്ന് നിൽക്കുമ്പോ എന്തായാലും മനസ്സിനൊരു നല്ല മാറ്റം ഉണ്ടാകും. ആ മാറ്റം കഴിഞ്ഞ് അതിനിഞ്ഞ് തിരിച്ചു മാറ്റം വരുന്നതിന്റെ മുമ്പേ പടച്ചോനെ മരണം ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. കാരണം എന്താ, മമ്മാത്ത കദാലിക ഗുഫിറ ലഹു, ആ ഒരു കണ്ടീഷനിൽ മരിച്ചു പോകുമ്പോ ദോഷം പൊറുക്കാനുള്ള സാധ്യതയുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന ബഅദുൽ ഉലമാഇ സാലിഹീന, ചില സജ്ജനങ്ങളായ മഹാന്മാരായിരുന്നു, ഖദ് മരിള ഖബല ശഹ്രി റജബിൻ, റജബ് മാസത്തിന് മുമ്പ് അവർക്ക് രോഗമായപ്പോൾ ഫഖാല, അവര് പറഞ്ഞു, ഇന്നി ദഅഉതുല്ലാഹ, ഞാൻ അള്ളാഹിനോട് ദ്വാരക്കുന്നു, അയ്യു അഖിറ വഫാത്തി ഇലാ ശഹ്രി റജബിൻ, റജബ് മാസത്തിലേക്ക് എന്റെ മരണത്തെ അല്ലാഹു തആല ഒന്ന് നീക്കി തരാൻ വേണ്ടി. കാരണം എന്താ, ഫഇന്നഹു ബലഗനി അന്ന ലില്ലാഹി ഫീഹി ഉതഖാ, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ആ മാസത്തിൽ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോ അല്ലാഹു മഹത്വം നൽകിയ മാസമാണ്, നന്മകൾക്ക് പ്രത്യേകം പവറുള്ള മാസമാണ്. ആ മാസത്തിൽ വരുന്ന സമയത്ത് എനിക്കെന്തുണ്ടാകും, ഒരുപാട് ആളുകൾക്ക് നരകത്തിൽ നിന്ന് മോചനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനു വേണ്ടി ദ്വാരക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ഫബല്ലാഹുല്ലാഹു ദാലിക വമാത ഫീ ശഹ്രി റജബിൻ, അയാളുടെ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു എന്ന സംഭവം പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു, റജബുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പറയാനുള്ളത്, ഒന്ന് റജബിലെ നോമ്പ്, റജബിൽ പ്രത്യേകമായിട്ടുള്ള ഇബാദത്ത് എന്ന രൂപത്തിലല്ല, മറിച്ച് പൊതുവിൽ സ്ഥിരപ്പെട്ട പുണ്യങ്ങൾ മഹത്വം കൂടുതലുള്ള സമയങ്ങളിൽ വർദ്ധിപ്പിക്കുക എന്ന പൊതുതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വർദ്ധിപ്പിക്കുന്നത്. 96 നോമ്പിന്റെ കഥ പിന്നെ ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്, അത് ഞാൻ സംസാരിക്കണത് കേൾക്കണില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സംസാരം ശ്രദ്ധിച്ചാൽ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റജബ് മാസം പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള മാസമാണ്. ആ പുണ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുന്നത്ത് നോമ്പ്. അപ്പൊ റജബ് മൊത്തം സുന്നത്ത് നോമ്പ് നോൽക്കുന്നത് ആ അർത്ഥത്തിൽ നല്ലതാണ്. അതുപോലെ തന്നെ ശഅബാൻ മാസം ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പ് എടുത്തിരുന്ന മാസമാണ് ശഅബാൻ. ആ ശഅബാൻ മാസത്തിലും അതുകൊണ്ട് തന്നെ സുന്നത്ത് നോമ്പ് വലിയ പ്രാധാന്യമുള്ളതാണ്. അതോടൊപ്പം പിന്നെ പ്രിയപ്പെട്ട അല്ലാഹ് അവിടെ ഫുള്ള് കട്ടാന്ന് പറഞ്ഞു, മൂപ്പർക്ക് ദുൽഫിക്കറിന് ഫുള്ള് കട്ടാന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് നല്ല ക്ലിയർ അല്ലേ, ബാക്കിയുള്ളവർക്ക് ഫുള്ള് ക്ലിയറുമാണ്.
അപ്പൊ എന്താ കാട്ടുക? ഏതായാലും സുഹൃത്തെ, നിങ്ങള് എന്താ ഇനി ഇൻഷാ അല്ലാഹ് സൈറ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ അബൂ റഫനായിട്ടൊക്കെ ബന്ധപ്പെട്ടാല് നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് കിട്ടും. അപ്പൊ നിങ്ങൾ അത് കേൾക്കുക, അല്ലാപ്പോ അവരൊന്നും വൃത്തിയില്ല. അപ്പൊ ഏതായാലും ശരി. പിന്നെ അപ്പൊ ഷാബാനിലും ആ അർത്ഥത്തിൽ നോമ്പിന്റെ പ്രത്യേക പവറുള്ള സമയമാണ്. അതേപോലെ തന്നെ റമദാൻ എന്തായാലും നോമ്പ് ഫുള്ളായിട്ട് നോൽക്കേണ്ടതുമാണ്. ഷവ്വാലിലെ 6 നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചതുമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ പ്രത്യേക നോമ്പും പ്രത്യേകം നോമ്പും രണ്ടും കൂടെ ചേർന്നതാണ് ഈ 96 നോമ്പ്. ഇപ്പൊ മനസ്സിലായല്ലോ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതേപോലെ തന്നെ റജബില് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന പിന്നെ ബല്ലിഗ്നാ റമദാൻ എന്ന് പറയുന്ന ദുആ, അത് വർദ്ധിപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. മേറാജിന്റെ നോമ്പ് ഞാൻ സൂചിപ്പിച്ചു, അത് പ്രത്യേകമായി തന്നെ വന്നിട്ടുണ്ട്. ഹദീസ് ദഈഫ് ആണെങ്കിലും അമലിന് പറ്റിയതാണ് എന്നും ഞാൻ സൂചിപ്പിച്ചു. ഇനി മിഅ്റാജും ഇസ്റാഉം എന്ന് പറയുന്ന സംഭവബഹുലമായിട്ടുള്ള 2 സംഭവങ്ങൾ, അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ് ആയിട്ട് അബൂ ഷാക്കിർ ഉസ്താദോ മറ്റാരെങ്കിലും ഉസ്താദുമാര് കൊട്ടൂർ ഉസ്താദോ ആരെങ്കിലും എടുക്കും, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് പിന്നീട് ഒരു ദിവസം ആക്കാം എന്ന സംബന്ധമായി സൂചിപ്പിക്കുകയാണ്. ആ ലൈവ് വരാനുള്ള സമയമായി എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ വിഷയത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടുതലായിട്ട് പോണില്ല. ഒരു കാര്യം മാത്രം എന്റെ പ്രിയപ്പെട്ട ആ സഹോദരന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമയത്തെ അത് നമ്മൾ ശരിക്കും മുതലാക്കേണ്ടതുണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അശ്ശേഖ് മുഹമ്മദ് അബീനുൽ ഖുർദി റളിയല്ലാഹു അൻഹു തന്റെ ലൗഉസ് സിറാജ് ഫി ഫളിൽ റജബിൻ വ ഖിസ്സത്തുൽ മിഅ്റാജ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഫയാ അയ്യുഹൽ ആസി ഖദ് അഖ്ബല അലൈക ശഹറുൻ ഹറാം ഫസ്തഖ്ബിൽഹു ബിത്തൗബതി മിനൽ ഹറാം. ഓ ദോഷം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യ, അല്ലാഹു തആല പ്രത്യേകം ആദരവ് നൽകിയ മാസമിതാ നിന്നിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫസ്തഖ്ബിൽഹു ബിത്തൗബതി മിനൽ ഹറാം, ഹറാമിനെ തൊട്ട് പാശ്ചാത്തപിച്ചുകൊണ്ട് നീ ആ മാസത്തെ സ്വീകരിക്കണം. എങ്ങനെയാ പാശ്ചാത്തപിക്കാന്ന് ചിലർ നേരത്തെ ചോദിച്ചു. ദോഷങ്ങൾ 2 സൈസ് ദോഷങ്ങളുണ്ട്. ഒന്ന് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ദോഷങ്ങൾ, രണ്ടാമത്തത് മനുഷ്യന്മാരോട് നമ്മൾ ചെയ്യുന്ന ദോഷങ്ങൾ. ഈ 2 ദോഷങ്ങൾക്കും വ്യത്യസ്തമായിട്ടാണ് തൗബയുടെ നിബന്ധന. അള്ളാഹിനോട് നമ്മൾ ചെയ്ത ദോഷങ്ങളാണെങ്കിൽ ആ ദോഷം പൊറുപ്പിക്കാൻ എന്ത് ചെയ്യണം? 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹിനോട് ചെയ്ത ദോഷങ്ങൾ പൊറുപ്പിക്കാൻ 3 കാര്യങ്ങൾ, തൗബ ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിലവിൽ ആ ദോഷത്തിൽ നിന്ന് മാറണം. രണ്ടാമത്തത്, ഇനി ഞാൻ അങ്ങോട്ട് മടങ്ങൂലാന്ന് തീരുമാനിക്കണം. മൂന്നാമത്തത്, പറ്റിപ്പോയല്ലോ എന്ന ദുഃഖത്തോടുകൂടെ റബ്ബിനോട് പറയണം, ഭയങ്കരമായിട്ടുള്ള ദുഃഖത്തോട്. ആ തൗബത്തു അൻ നദം, പാശ്ചാത്താപം എന്ന് പറഞ്ഞാൽ അത് പിന്നെ എന്താണ്, പിന്നെ പാശ്ചാത്താപം എന്ന് പറഞ്ഞാൽ അത് ഖേദമാണ് എന്ന് ബഹുമാനപ്പെട്ട പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിലവിൽ തെറ്റിൽ നിന്ന് മാറുക, ഇനി തെറ്റിലേക്ക് പോകൂലെന്ന് തീരുമാനിക്കുക. അതോടൊപ്പം തന്നെ പറ്റിപ്പോയ തെറ്റിൽ അള്ളാഹുവിനോട് ഖേദം പ്രകടിപ്പിക്കുക. അതോടൊപ്പം അള്ളാഹുവിനോട് തന്നെ ചെയ്ത തെറ്റുകൾ ചിലത് എന്തുണ്ടാകും? ഇപ്പൊ ഉദാഹരണം നിസ്കാരം കള്ളാക്കിയത് പോലത്തതാണെങ്കിൽ അതിന് വഹാബി മസല മതിയാവില്ല. അള്ളാഹിനോട് നമ്മൾ തൗബ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ നിസ്കാരമൊക്കെ കലാവ് വിട്ടുക എന്നുള്ള സംഗതി. അതേപോലെ സക്കാത്ത് കൊടുക്കാണ്ടെങ്കിൽ ആ സക്കാത്ത് കൊടുത്തു വിട്ടുക എന്നല്ല, അങ്ങനെയുണ്ട്. ചിലത് എന്തായിട്ടുണ്ടാവും, പിന്നെ ഒരു കുടിശ്ശികയാക്കി വെച്ച സംഗതികളാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? ആ അർത്ഥത്തിലായി ചെയ്തു വിട്ടുകയും കൂടെ വേണം. അതേപോലെ നോമ്പ് നഷ്ടപ്പെട്ടു പോയി, ഒരുപാട് കാലം നോമ്പ് നോൽക്കിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, ആ സമയത്ത് ഇപ്പൊ ബോധം വന്നതാണ്, അൽഹംദുലില്ലാ, വിവേകം വൈകുതിച്ചാലും സ്വാഗതാർഹം എന്നേ ഇസ്ലാം പറയണുള്ളൂ. അല്ല ഇതുവരെ നോറ്റിട്ടില്ല അതുകൊണ്ട് ഇനി മുതൽ നോൽക്കണ്ടെന്നല്ല, അങ്ങനെ പറയാൻ പാടില്ല. മറിച്ച് ഇനി മുതലെങ്കിലും നോൽക്കുക, അൽഹംദുലില്ലാ, നല്ല കാര്യം. അപ്പൊ നേരത്തെ നഷ്ടപ്പെട്ടു പോയ സംഗതികളൊക്കെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളും കൂടെ നടത്തുക. കണക്കനുസരിച്ച് നോമ്പ് ഖളാ വീട്ടുക. അതോടൊപ്പം തന്നെ കൊല്ലം പിന്നിട്ടതിന്റെ പേരിൽ അതിന് പ്രത്യേകമായിട്ട് വരുന്ന പിന്നെ ഫൈനുണ്ട്, ആ ഫൈൻ അടക്കുക. അതൊക്കെ അത് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ എന്താവണം, ആ ക്ലാസ്സുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് അത് കടന്നു വരും. അത് ആ ക്ലാസ്സുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ അള്ളാഹിനോട് ചെയ്ത കുറ്റങ്ങൾക്ക് തൗബ ചെയ്യുമ്പോൾ നിലവിൽ തെറ്റെന്ന് മാറണം, ഇനി തെറ്റിലേക്ക് മടങ്ങൂലാന്ന് തീരുമാനിക്കണം. അല്ലാതെ എന്തുപോരാ, ഞാനിപ്പോ ഹജ്ജിനൊക്കെ പോകുമ്പോ ചില ആളുകൾ പറഞ്ഞ് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്, ഈ ഹജ്ജൊന്നാണ് കഴിയട്ടെ എന്നിട്ട് കാണിച്ചു കൊടുക്കാവന്, ശരിയല്ലേ? അതിന്റെ അർത്ഥം ഓൻ നന്നാകാൻ തീരുമാനിച്ചിട്ടില്ല എന്നാ. അത് പറ്റില്ല. മറിച്ച് ഹജ്ജ് കഴിഞ്ഞാലും ഇനി എന്ത് ചെയ്താലും ശരി ഞാൻ എന്താവൂല, ഞാൻ ഇനി അത്തരം സംഭവങ്ങൾ ചെയ്യൂല എന്ന തീരുമാനം ഉണ്ടാക്കുക. പക്ഷെ അങ്ങനെ തീരുമാനിച്ചിട്ടും, ആത്മാർത്ഥമായിട്ട് തന്നെ തീരുമാനിച്ചിട്ടും പിന്നെയും സംഗതി വശാൽ ആ തെറ്റ് പറ്റിപ്പോയാലോ, അത് വിചാരിച്ചിട്ടാ കുറെ ആൾക്കാർ തൗബ ചെയ്യാത്തെ, മനസ്സിലായില്ലേ? സംഗതി ഇപ്പൊ നമ്മൾ ചെയ്യൂലെന്നൊക്കെ തീരുമാനിച്ചാലും ഉസ്താദെ പിന്നെയും ചിലപ്പോൾ അങ്ങനെ സംഗതി വശാല പറ്റിപ്പോയാലോ. അതുകൊണ്ട് പടച്ചോനോട് നമ്മൾ വാക്ക് പറഞ്ഞിട്ട് വാക്ക് തെറ്റിക്കണ്ടേ, വാക്ക് പറഞ്ഞാൽ ഓക്കെ ആണ്ടേ എന്ന് ചോദിച്ചിട്ട് തൗബ ചെയ്യാത്ത ചില ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ടതില്ല, ചെയ്യൂലെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് തീരുമാനിക്കാം. സംഗതി വശാൽ പിന്നെയും പറ്റിയാൽ അപ്പോഴും ഈ ഓപ്ഷൻ ഉണ്ട്,
ആ ഓപ്ഷൻ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പ്രയോഗിക്കാവുന്നതാണ്. പക്ഷേ തെറ്റിയ തൗബയ്യ എന്നുള്ളത് ഒരു കളിയാക്കുന്ന സമീപനം ഉണ്ടാകാതിരിക്കണം എന്ന് മാത്രമേ ആ വിഷയത്തിലുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഒന്ന് പ്രത്യേകമായിട്ട് അത് ശ്രദ്ധിക്കുക. അതോടൊപ്പം മനുഷ്യന്മാരോട് ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ അതോടൊപ്പം എന്തും കൂടെ വേണം, ഇപ്പറഞ്ഞ മൂന്നെണ്ണവും ഉണ്ടാവണം. അതായത് നിലവിൽ തെറ്റെന്ന് മാറണം, ഇനി ചെയ്യൂലെന്ന് തീരുമാനിക്കണം, ചെയ്തു പോയല്ലോ എന്ന് ഖേദം വേണം. അതോടൊപ്പം ആ ആളുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പൊരുത്തപ്പെടിക്കണം. പറഞ്ഞു തീരേണ്ടതാണെങ്കിൽ പറഞ്ഞു തീരണം. ചിലപ്പോൾ ഒരാളൊക്കെ പൈസ വാങ്ങി മുങ്ങിയതാ, കടം വാങ്ങിയിട്ട് മുങ്ങിയതാണ്, പിന്നെ ഓനെ കണ്ടപ്പോ എന്ത് നമ്മൾ മുങ്ങി നടന്നു. അങ്ങനെയുണ്ട് ഇപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാര് കടം വാങ്ങുക എന്നിട്ട് മുങ്ങുക. അതുവരെ ഉണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പും പോയി പൈസയും പോയി എന്നുള്ള ദുരവസ്ഥയാണ് ആർക്കുണ്ടാവുക. ചില ആളുകൾക്ക് കടം കൊടുത്തിട്ടുണ്ടാവുക, കാശും പോയി ഫ്രണ്ട്ഷിപ്പും പോയി. അപ്പൊ അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ ഓന് പെട്ടെന്ന് എന്ത് ചെയ്തു, മാറ്റം വന്നു, നന്നാകണമെന്ന് ഓൻ തീരുമാനിച്ചു. എന്നാൽ ഇയാളൊക്കെ എന്തെങ്കിലും കൊടുക്കാനുള്ള കൊടുക്കണം. എന്നിട്ട് അങ്ങനെ നിന്നെ കുറച്ചാൽ എന്ത് ചെയ്തു, നിന്നെ സ്വീപ്പാക്കിയത് ഈ പുറത്തു തരണം എന്ന് ഓനോട് പറയാം. ചിലപ്പോ നമ്മൾ ആളുകളെ ഗൈബത്ത് പറഞ്ഞതാണെങ്കിൽ, പരദൂഷണം പറഞ്ഞതാണെങ്കിൽ, അതിലുള്ള പല ആളുണ്ടെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ 99.99% ആൾക്കാരും കള്ളു കുടിക്കാത്തവരാരാന്ന് വെച്ചാൽ റൈസാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ റൈസാൻഡ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേ സമയത്ത് ജീവിതത്തിൽ ഇന്ന് വരെ പരദൂഷണം പറയാത്ത ആരാണ്? അല്ല, കൈ പൊക്കണ്ട ഒരു പൊക്കി എല്ലാരും പൊക്കൂ. ഏറെക്കുറെ എല്ലാരും പൊക്കൂ. കള്ള് ജീവിതത്തിൽ കുടിക്കാത്തവരാരാന്ന് വെച്ചാൽ എല്ലാരും കൈ പൊക്കൂ. അതേ സമയത്ത് ജീവിതത്തിൽ ഇന്ന് വരെ പരദൂഷണം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ കുഴപ്പമില്ല. മനസ്സിലല്ലേ? കാരണം അയാളെ കൊണ്ട് നമുക്ക് ദ്വാരപ്പിക്കണം. ഇപ്പോ ജീവിതത്തിൽ ഇന്ന് വരെ, അല്ലാത്തൊരു പൊക്കരുത്, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പരദൂഷണം പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് SGV നമുക്ക് എന്താക്കാം, SGV നമുക്ക് അവരെ കൊണ്ട് ദ്വാരപ്പിക്കണം. കാരണം അങ്ങനെയാണ് അതിന്റെ കാര്യം. എന്താ പരദൂഷണം എന്ന് പറഞ്ഞാൽ, പരദൂഷണം ചിലരിപ്പോ ധരിക്കെന്താ, ഞാൻ അല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കും. അതല്ല, വിമായക്കറഹു, നിന്റെ സഹോദരന് വെറുപ്പുള്ള സംഗതി പറയാന്നാ. മനസ്സിലായില്ലേ? നിന്റെ സഹോദരന് വെറുപ്പുള്ള സംഗതി പറയാന്ന എന്തിന്റെ അർത്ഥം? പരദൂഷണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സഹാബത്ത് ചോദിച്ചല്ലോ, നബിയെ ഇൻകാനഫി അഖീമ അഖൂലു, ഞാൻ പറയുന്ന സംഗതി എന്റെ സഹോദരനിൽ ഉള്ള കുറ്റം തന്നെയാണെങ്കിലോ എന്നാലത് പരദൂഷണമാകുമോ? അങ്ങനെയാണ് ചില ആളുകളൊക്കെ ഭയങ്കര ഗൗരവത്തിലാണ് പറയലുണ്ടല്ലോ. മനസ്സിലായില്ലേ? ചിലരെല്ലാം ഗൗരവത്തിലാണ് പറയലുണ്ട്. എന്ത്, ഞാൻ ഇല്ലാത്തതെന്നല്ല പറഞ്ഞത്, ഞാൻ കണ്ണുകൊണ്ടാണ് കണ്ടതാണ്, അല്ലെ ഞാൻ എന്റെ കാതുകൊണ്ടാണ് കേട്ടതാണ്, ഉറപ്പുള്ള സംഗതിയാണ്, അതാ ഞാൻ പറയുന്നതൊക്കെ ചിലപ്പോ ചിലർ പറയലുണ്ട്. അതായത് കണ്ണുകൊണ്ട് കണ്ടു എന്ന് വിചാരിച്ച് പറയാൻ പറ്റൂല, കാതുകൊണ്ട് കേട്ടു എന്ന് വിചാരിച്ച് പറയാൻ പറ്റൂല. ഇല്ലാത്തത് പറയാന്നല്ല, ഇല്ലാത്തത് ഉള്ളത് പറയണതിനാണ് ഗീബത്ത് തരാ. ഇല്ലാത്തത് പറഞ്ഞാൽ ഉണ്ടാക്കി പറഞ്ഞു എന്നുള്ളൊരു കുറ്റവും കൂടെ എന്താകും, വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഒരാൾ ഗീബത്ത് പറഞ്ഞാൽ, പരദൂഷണം പറഞ്ഞാൽ, ആ പറഞ്ഞത് തൗബ ചെയ്യണമെങ്കിൽ എന്താണ്? അതെ, ഒരു തെറ്റിന്റെ തൗബക്ക് ഇതൊക്കെ വേണം. ഒരു തെറ്റ് പറഞ്ഞാൽ ആ തെറ്റിന്റെ സ്വഭാവം നോക്കണം. അള്ളാഹിനോട് ചെയ്ത കുറ്റാണെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇതിൽ പെടൂല. ബാലുവിനെ പറ്റി നമ്മളൊക്കെ തന്നെ ഇവിടെ പറയല്ലേ, ഇബ്നു തൈമിയനെ പറയല്ലേ എന്നും ചിന്തിക്കണ്ട. അതൊക്കെ ഒന്നും വ്യക്തിപരമായിട്ട് പറഞ്ഞതല്ല, മറിച്ച് അവരെ കുറിച്ച് അവർ ഉന്നയിക്കുന്ന ഒരു ആശയം അത് തെറ്റാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആശയപരമായി നമ്മൾ പറയേണ്ടതാണ്. മനസ്സിലായില്ലേ? അത് പറയേണ്ടതുമാണ്. അത് ഖുർആൻ തന്നെ നമുക്ക് കാണാൻ പറ്റും. ചിലതൊക്കെ ചില സംഗതികളൊക്കെ ഹദീസിലും അങ്ങനെ കാണാൻ പറ്റും, ചിലരെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അത് ഈ പറഞ്ഞ കൂട്ടത്തിൽ പെടൂലാന്ന് മഹാന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗീബത്ത് പറയേണ്ടടുത്ത് പറയണം. ഇപ്പൊ ചില ഘട്ടങ്ങളുണ്ട് പറയേണ്ട ഘട്ടം. നമ്മളെ അടുത്ത് നമ്മളെ തൊട്ട വീട്ടിൽ നിന്ന് ഒരു കല്യാണം മുടക്കാൻ പറ്റൂല. അതേ സമയത്ത് പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് ഒരു കല്യാണം. അപ്പൊ ആ പ്രപ്പോസലിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഏത് വീട്ടിലാണ് കെട്ടിക്കണമെങ്കിൽ ആ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പൊ അവിടെ സത്യത്തിൽ ആ കല്യാണം നടക്കരുത്. ആ കല്യാണം നടന്നാൽ അപകടം നമുക്ക് അറിയാൻ നോക്കാം, ഈ കുട്ടിക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട് നമുക്ക് അറിയാൻ നോക്കാം. എന്നാൽ കല്യാണം മുടക്കരുന്നുള്ള ഉദ്ദേശമല്ല, ആ സംഗതി പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവർ കുടുങ്ങുമല്ലോ എന്നുള്ള നിലക്ക് അത് ഉണർത്തിക്കൊടുക്കൽ. ഫൈനൽ മുസ്തശാറ മുഅ്തമിനുൻ, കൂടിയാലോചന നടത്തുന്ന ആള് വിശ്വസ്തനാണ്, അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ആ സംഗതി മൂടിയേക്കാൻ പാടില്ലേ, ഞാൻ ഒരാളെയും കുറ്റം പറയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ മൂടിയേക്കാൻ പറ്റൂല. അതേപോലെ തന്നെയുള്ള ചില ഘട്ടങ്ങളുണ്ട്, ഗീബത്ത് അനുവദിക്കപ്പെട്ട ചില ഘട്ടങ്ങൾ. ആ ഘട്ടങ്ങൾ മുമ്പ് ഇവിടെ നമ്മളെ ഉസ്താദ്മാരൊക്കെ ചിലരെന്ത് ചെയ്തിട്ടുണ്ട്, ചില ഘട്ടങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ പിന്നീട് നമുക്കത് പറയാവുന്നതാണ്. ഇപ്പൊ അതിന്റെ സമയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല. അപ്പൊ ഏതായാലും ശരി, പരദൂഷണം പറഞ്ഞാൽ ഇപ്പറഞ്ഞ അനുവദിക്കപ്പെടാത്ത വിധത്തിലുള്ള പരദൂഷണം നമ്മൾ പറഞ്ഞാൽ ആ പറയുന്ന സമയത്ത് എന്താകും, അതിന് തൗബ ചെയ്യുമ്പോ നിലവിൽ പറച്ചിൽ നിർത്തണം, ഇനി പറയില്ലാന്ന് തീരുമാനിക്കണം, പറഞ്ഞു പോയല്ലോ എന്ന ഖേദം വേണം. അതോടൊപ്പം ആരെ പറഞ്ഞെങ്കിലാണ് പൊരുത്തപ്പെടിക്കണം. നമുക്ക് പറ്റുമോ? പലപ്പോഴും
അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ഹദീസ് ഗസാലി ഇമാമൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്, ഗീബത്തു അശദ്ദു മിന സിനാ, വ്യഭിചാരത്തെക്കാളും വലുതാണ് പരദൂഷണം പറയാന്നുള്ളത്. അവിടെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം പ്രസക്തമാവുന്നത്. വ്യഭിചരിക്കാത്ത എത്ര ആളുണ്ടെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ സദസ്സിലുള്ള മുഴുവൻ ആളും കൈപൊക്കുമെന്നാണ് എന്റെ വിശ്വാസം. അതേ സമയത്ത് പരദൂഷണം പറയാത്തവരാരാന്ന് വെച്ചാൽ പൊക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ അർത്ഥത്തിൽ. മനസ്സിലായില്ലേ? ഈ അർത്ഥത്തിൽ പൊക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, സന്തോഷം, അല്ലാഹു തആല അവരെ ബർക്കത്തുകൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ എന്നേ അതിനെ കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. പരദൂഷണത്തെ, വ്യഭിചാരത്തെക്കാളും വലിയ കുറ്റാണ് പരദൂഷണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് നിർത്തിയിട്ട് അത് തുടങ്ങാന്നല്ല അതിന്റെ അർത്ഥം. മനസ്സിലായോ? പരദൂഷണം, വ്യഭിചാരം ഭയങ്കര കുറ്റം തന്നെയാണ്. ഇതിനേക്കാളും വലുതാ അത് ചെയ്യുന്ന, അത് നിർത്താൻ ഇത് തുടങ്ങാന്ന് ചിന്തിക്കരുത്. മറിച്ച് അത് ഭയങ്കരം തന്നെ. പക്ഷെ അതിനേക്കാളും വലുതായിരുന്നതിന്റെ അർത്ഥം എന്താ? വ്യഭിചാരം ഒരാളിൽ നിന്ന് ബുദ്ധിമോശം കൊണ്ട് പറ്റിപ്പോയാൽ അതിന് തൗബ ചെയ്ത് നന്നാവുമ്പോ ഓനും പടച്ചോനും മാത്രം അറിഞ്ഞാൽ മതി. അതേ സമയത്ത് പരദൂഷണം പറഞ്ഞതിന് തൗബ ചെയ്യുമ്പോ അത് മാത്രം പോരാ, ആരും കൂടെ വേണം, ഇയാളും കൂടെ വന്ന് ഇയാളുടെ ഒരു NOCയും കൂടെ അതിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അല്ലേ? നമ്മളിപ്പോ ഒരു ID ഉണ്ടാക്കുന്ന സമയത്തൊക്കെ മസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഫില്ല് ചെയ്യേണ്ട ചില കോളങ്ങൾ കാണല്ലേ? ഒരു ID ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ഇത് ചെയ്യേണ്ട, ഫില്ല് ചെയ്യേണ്ട കോളങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ കോളത്തിൽ ആ സ്റ്റാർ കൊടുത്തിട്ടുണ്ട് ആ സ്ഥലം. അത് സുന്നത്തല്ല, അത് നിർബന്ധം ചെയ്തെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന മാതിരി തൗബ എന്ന് പറയുന്ന സംഗതി നടക്കണമെങ്കിൽ മസ്റ്റായിട്ടും വേണ്ട ഒരു കോളമാണെന്ത്? അയാളുടെ NOC. അത് നമ്മൾ എന്ത് ചെയ്യണം? ഹാജരാക്കണം. അപ്പൊ ഞാൻ സ്വന്തം അറിഞ്ഞാൽ പോരാ, മറിച്ച് അയാൾക്ക് വേണ്ടി കൂടെ. അപ്പൊ അങ്ങനെ മരിച്ചുപോയ ആളുകൾ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ സംവിധാനം ഇല്ലാത്ത ആളുകളൊക്കെ ആയിപ്പോയാൽ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് പടച്ചോനെ അവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി തന്ന് അവർക്ക് നീ ദോഷം പുറത്തെടുക്കണമെന്ന് ദ്വാരക്കാനായി മാമിങ്ങൾ പഠിപ്പിക്കണേ. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കണം, അவ்விധത്തിലുള്ള ഒരുപാട് തെറ്റുകൾ, ആ തെറ്റുകളിൽ നിന്നൊക്കെ മാറാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹക്കടപാടുകൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. കാരണം എന്താ? മറ്റുള്ളവരുടെ അള്ളാഹിനോട് ചെയ്ത കുറ്റങ്ങൾ ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കും? അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് അള്ളാഹു തആല പുറത്തു തരും. അവൻ ചിലപ്പോ അവന്റെ അടിമ എന്നുള്ള നിലക്ക് നമ്മൾ റബ്ബിനോട് കരഞ്ഞു പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. അവന്റെ റഹ്മത്ത് വളരെ വിശാലാണ്. പക്ഷെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണെങ്കിൽ അതിൽ അള്ളാഹ് ഇടപെടൂല എന്നാ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പഠിപ്പിച്ചത്. അത് ഓലമ്മിലായിക്കോട്ടെ, അതിൽ ഞാൻ ഇടപെടൂല. അപ്പൊ അത് ഭൂമിന്ന് ആ ഇടപാടുകൾ തീർക്കാൻ കഴിയാതെ വന്നാ പിന്നെ അള്ളാഹു തആല എന്താ ചെയ്യാ? അത് പരലോകത്തേക്ക് മാറ്റിവെക്കും. അതുകൊണ്ടാണ് നബി തങ്ങൾ ചോദിച്ചൊരു ഹദീസ് ഉണ്ടല്ലോ, ആ തദറൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പറായവൻ എന്ന് നിങ്ങൾക്കറിയാമോ? പാപ്പറായവൻ. സഹാബത്ത് പറഞ്ഞു അൽ മുഫ്ലിസു മല്ലാ ദിർഹമ ലഹു വലാ ദീനാർ, കയ്യിൽ ചിക്കിലില്ലാത്തവനാണ് നബിയെ പാപ്പറായവൻ. ബഹുമാനപ്പെട്ട റസൂൽ പറഞ്ഞു, അല്ല, കയ്യിൽ പൈസ ഇല്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് അവനൊരു പക്ഷേ അവന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റും. അതേസമയത്ത് യഥാർത്ഥത്തിൽ പാപ്പറായവൻ സൽക്കർമ്മങ്ങളുടെ അകമ്പടിയോടുകൂടെ തന്നെ പരലോകത്തേക്ക് വരുന്നവനാണ്. പക്ഷെ ആ സൽക്കർമ്മങ്ങളുടെ അകമ്പടിയോടെ പരലോകത്ത് വന്നപ്പോൾ വിചാരണയ്ക്ക് വേണ്ടി റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ അതാ വരുന്നു ഓരോരോ കംപ്ലൈന്റുകാർ ഇവന്റെ അടുത്തേക്ക്. ഒരാൾ വന്നിട്ട് പറയുന്നു, പടച്ചോനെ ഇവൻ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, മറ്റോ പറഞ്ഞു ഇവൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കംപ്ലൈന്റുകാർ വന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്തു വെച്ചിട്ടുള്ള നന്മകളിൽ നിന്ന് അവിടത്തെ ഒരു റേറ്റ് അനുസരിച്ച്, അള്ളാഹു മനസ്സിലാക്കി കണക്കാക്കുന്ന ഒരു റേറ്റ് അനുസരിച്ച് ഇവന്റെ നന്മകളൊക്കെ ആ തെറ്റിന് വേണ്ടി എന്ത് ചെയ്യും? ആ തെറ്റിന് വേണ്ടി എന്താകും? ആ ഒരു വിധത്തിലുള്ള സംഗതിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു വെക്കും. അല്ലെ? ഉദാഹരണം, ഒരാളെ നമ്മൾ ഹംക്കേന്ന് വിളിച്ചതാന്ന് വെച്ചോളി, ആവശ്യമില്ലാതെ ഒരാളെ ഹംക്കേന്ന് വിളിച്ചതാണെങ്കിൽ അത് പരദൂഷണത്തിന്റെ ഗണത്തിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ ആ പരദൂഷണം നമ്മൾ പറഞ്ഞതിന് ഒരു നിസ്കാരാണ് അവിടെ അതിന്റെ റേറ്റ് ചെയ്ത് കൂട്ടിക്കോളി. അങ്ങനെയാണ് നമ്മൾ ഹംക്കേന്ന് വിളിച്ച കണ്ടമാനം ആൾക്കാരുണ്ട്. ആവശ്യമില്ലാതെ വിളിച്ച്, അനുവാദമില്ലാതെ വിളിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? കംപ്ലൈന്റ് ആയിട്ട് വന്നു. നമ്മളെ നിസ്കാരം മൊത്തം ഹംക്കേന്ന് വിളിച്ചതിന്റെ പേരിൽ എന്ത് ചെയ്തു? കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഓരോ സൽക്കർമ്മങ്ങളും എന്ത് ചെയ്തു? ആ വിധത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും കംപ്ലൈന്റുകാർ ബാക്കിയാണ്. അങ്ങനെ കംപ്ലൈന്റുകാർ ബാക്കി വന്നപ്പോൾ അല്ലാഹു തആല പിന്നെന്താ ചെയ്യാ? കംപ്ലൈന്റുകാരുടെ തിന്മകൾ ഇവന്റെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കും. കണ്ടോ? നമ്മുടെ നന്മകളൊക്കെ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും മറ്റുള്ളവരുടെ തിന്മകളൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കുകയും ചെയ്ത് ഒരുപാട് സൽക്കർമ്മങ്ങളുടെ അകമ്പടിയോടുകൂടെ സ്വർഗപ്രവേശനത്തിന് പ്രതീക്ഷയോടുകൂടെ വന്ന മനുഷ്യൻ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കൂടി ഏറ്റെടുത്ത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ദുരവസ്ഥയിലെത്തുന്നവനാണ് പാപ്പറായവനെന്ന് ഖാല റസൂലുള്ളാഹി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതിയാണത്. പറഞ്ഞ സംഗതി അല്ല. നമ്മൾ നേരത്തെ ഒരാൾ ഇവിടെ ടെക്സ്റ്റ് അടിച്ച് ചോദിക്കണു, നമ്മൾ പറഞ്ഞ പരദൂഷണം ഓനോട് പറഞ്ഞാൽ എന്താവും? അത് കൂടുതൽ പ്രശ്നമാണ്. പറഞ്ഞ പരദൂഷണം എന്ത് ചെയ്യണ്ട, ആ വാക്കെന്നെ പറയണോ പറയണ്ടേ എന്നുള്ള ചർച്ച ഇമാമികൾ നടത്തിയിട്ടുണ്ട്. അതിലെന്ത് ചെയ്യണ്ട, ആ വാക്ക് പറയേണ്ട ഫസാദ് ഉണ്ടാവുമെന്ന് പേടിച്ചാലും എന്നാണ്. കാരണം എന്താ, ചിലപ്പോ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പുറത്തുതരണം പറഞ്ഞാൽ അത് കുഴപ്പമില്ലടാ, ആയിക്കോട്ടെ, സാരല്ല, പിന്നെ എന്നെന്തും ചിലപ്പോ പറയും. അതേസമയത്ത് ഞങ്ങളെ പറഞ്ഞ ഗീബത്ത് ഇന്നതാണ് പറഞ്ഞാലോ ചിലപ്പോ എന്താവും, നമുക്ക് നിനക്ക് ജീവിതത്തിൽ ഞാൻ പുറത്തു തരൂല എന്നേക്കോ പറയാം. അപ്പൊ അത് പ്രത്യേകമായിട്ട് ഇമാമികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ പറഞ്ഞ വാക്കെന്താന്ന് തന്നെ പറയണമെന്നൊരു ചർച്ച കൊടുന്നു. അതേ സമയത്ത് അങ്ങനെ വേണമെന്നില്ല, മറിച്ച് ആ സംഭവം എന്ത് ചെയ്താൽ മതി, പിന്നെ അത് ശ്രദ്ധിച്ചാൽ മതി. അതെ, പ്രസ്ഥാനങ്ങൾ തമ്മിൽ നടക്കുന്ന കോലാഹലങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ ദീനിന് ഉപകാരമുള്ള സംഗതിയും ദീനിന്റെ മസ്ലഹത്ത് നിലനിർത്താൻ വേണ്ടി മറ്റുള്ളവരെ കുറിച്ചുള്ള സംസാരം അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആവുന്ന സത്യസന്ധമായിട്ടുള്ള ശൈലിയിലുള്ളത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തതൊന്നും ചെയ്യാൻ പാടില്ല. ഒരാള് മേക്കിട്ട് കയറാൻ ഒരനുവാദം ഇസ്ലാം നൽകണില്ല. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. അതിന്റെ അർത്ഥം ഇന്ന് പറയണതൊക്കെ ഇബത്തായി വരും എന്നല്ല, മറിച്ച് ഞാൻ അതിന്റെ മാനദണ്ഡം പറഞ്ഞു നേരത്തെ. ആ സംഗതി അവിടെ സൂചിപ്പിച്ചില്ലെങ്കിൽ എന്താകും, ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുള്ള സംഗതികൾ യഥാർത്ഥത്തിൽ അതിന്റെ ഹക്കായ അവസ്ഥ അങ്ങനെ തന്നെ ആവുകയും ചെയ്യുക. അത് വരുന്നിടത്ത് മാത്രമാണ് ഈ പറഞ്ഞ കാര്യം. അതേസമയത്ത് വിദേഹത്തുകാരോടൊക്കെ നമ്മൾ സമീപിക്കണ സമീപനം അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. പിന്നെ അതൊരിക്കലും തന്നെ എന്തല്ല, വ്യക്തിപരമായിട്ടുള്ള ഒരു ഈഗോ ക്ലാഷിന്റെ പേരിലുള്ള സംഗതിയല്ല, മറിച്ച് ദീനിന് വേണ്ടിയുള്ള ഒരു സംഗതിയാണ് എന്ന ഒരു വസ്തുത അത് നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുക. ഒരിക്കലും തന്നെ വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിൽ ഒരാളെയും നമ്മൾ ഒന്നും പറയാൻ വേണ്ടി പോകാൻ തന്നെ പാടില്ല. നിങ്ങൾ കേട്ടില്ല, അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തെ കാണാലോ, ഒരു ശത്രുവിനെ കീഴ്പ്പെടുത്തി അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാളുടെ നെഞ്ചത്ത് കയറിയിരുന്ന ഒരു ഘട്ടം. അത് കൊല്ലപ്പെടേണ്ട ഒരാൾ ആയപ്പോ നെഞ്ചത്ത് കയറിയിരുന്ന ഒരു ഘട്ടം. പക്ഷേ അയാൾ അലി റളിയല്ലാഹുവിന്റെ ശരീരത്തിലേക്ക് കാർക്കിച്ചു തുപ്പി. അലി റളിയല്ലാഹുവിന്റെ ശരീരത്തിലേക്ക് അയാൾ കാർക്കിച്ചു തുപ്പിയപ്പോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അയാളെ പണിപ്പെട്ടിട്ടാണ് അയാൾ നെഞ്ചത്ത് കയറിയിരുന്നത്. പക്ഷെ അയാൾ പിന്നെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പോന്നു. കണ്ടു നിൽക്കുന്ന സഹാബി വിളിച്ചു, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേൻ? അപ്പൊ അലി റളിയല്ലാഹു പറഞ്ഞു, സഹോദര, ഞാൻ അയാളെ കൊല്ലാൻ വേണ്ടി ഞാൻ നോക്കിയത് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ആയിരുന്നു. മനസ്സിലായില്ലേ? അയാളുടെ പൊരുത്തത്തിന് വേണ്ടി ആയിരുന്നു. അതേസമയം അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ അയാൾ എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ എനിക്ക് അയാളോട് പേഴ്സണലി ഒരു ദേഷ്യം വന്നു, വ്യക്തിപരമായ ഒരു ദേഷ്യം വന്നു. ഈ സമയത്ത് ഞാൻ അയാളെ കൊന്നാൽ എന്റെ ദേഷ്യം തീർക്കാനുള്ള കൊലയായി പോവുകയും പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള സംഭവം അല്ലാതാവുകയും ചെയ്താലോ എന്ന് പേടികൊണ്ട് ഞാൻ അയാളെ കൊല്ലാതെ തിരിച്ചു പോന്നു. മനസ്സിലായില്ലേ? ഇതാണ് ദീന്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ല, തമാശയിൽ പറയണതിൽ തെറ്റുണ്ടോന്ന് വെച്ചാൽ ആ തമാശ പറയുന്നിടത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിൻ്റെതായിട്ടുള്ള സംഗതികളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. അത് തമാശയിൽ എന്തും പറയാൻ പറ്റൂല. അവിടെ എന്ത് ചെയ്യണം, അതിൻ്റെതായ അതിർ വരുമ്പോഴൊക്കെ ഉണ്ട്. തമാശ എൻജോയ് ചെയ്യണവരോട് പറയണം, അല്ലാത്തവരോട് തമാശ പറയാൻ പോയിട്ടെങ്കിൽ എന്താ വെച്ചാല് ചിലപ്പോ എന്താവും, സംഗതി വിവരം അറിയും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ രണ്ട് രൂപത്തിലുള്ള തെറ്റുകൾ, ആ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവൻ പാലിക്കേണ്ട പിന്നെ മര്യാദകളാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയണോർത്ത് ചില പിന്നെ സംഗതി പറഞ്ഞാൽ പ്രശ്നമാകും. അവിടെ എന്ത് ചെയ്യേണ്ട, ആ പ്രശ്നം പറയേണ്ട, ആ സമയത്ത് എന്ത് ചെയ്യണം, അയാളെ മനസ്സ് പൊരുത്തപ്പെടിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ആ റൂട്ടിൽ ഫിത്ന എന്താ, അതിന്റെ പേരിൽ ഒരു ഫസാദ് ഇനി നന്നാക്കാൻ പോയിട്ട് അവിടെ ഒരു ഫസാദ് എന്ത് ചെയ്യണ്ട, അതിന്റെ പേരിൽ ഉണ്ടാക്കണം എന്നൊന്നും ഇസ്ലാം പറയില്ല. ഇസ്ലാം ഒരിക്കലും അങ്ങനെ ആളുകളെ അപകടങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു മതമല്ല എന്ന കാര്യം അത് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും ശരി, ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ അതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു തന്റെ സിറാജ് ഫി ഫളിൽ റജബിൻ വ ഖിസ്സത്തുൽ മിഅ്റാജ് എന്ന ഗ്രന്ഥത്തിൽ വലിയൊരു ഹൃദയസ്പർക്കായ ഉപദേശം നമുക്ക് നൽകുന്നുണ്ട്. എന്താണത്? ഫയാ അയ്യുഹൽ ആസി ഖദ് അഖ്ബല അലൈക ശഹറുൽ ഹറാം. ദോഷിയായ മനുഷ്യ, നിന്നിലേക്ക് ഇതാ ഒരു മഹത്തായ മാസം കടന്നു വരികയാണ്. അതുകൊണ്ട് ഫസ്തഖ്ബിൽഹു ബിത്തൗബത്തി മിനൽ ഹറാം, ഹറാമിൽ നിന്ന് പാശ്ചാത്തപിച്ചുകൊണ്ട് നീ ആ മാസത്തെ സ്വീകരിക്കണം. അഖ്ബല അലൈക ശഹറുൻ മുബാറകുൻ, അനുഗ്രഹീതമായ ഒരു മാസമാണ് നിന്നിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫതദാറക് ഫീഹി മാ തദാറക്, വീണ്ടെടുക്കേണ്ടതും മുമ്പ് നഷ്ടപ്പെട്ടു പോയതൊക്കെ നീ വീണ്ടെടുത്ത് നന്മയുടേതായിട്ടുള്ള നിന്റെ ഭാഗധേയം നിർണയിക്കുന്നതിൽ പ്രത്യേകമായ ശ്രദ്ധിച്ച് നീ കാര്യങ്ങൾ നീക്കണം. എന്നിട്ട് മഹാനവറുകൾ നമ്മുടെ ഒക്കെ മനസ്സിനെ പിടിച്ചുലക്കാൻ പറ്റിയ ഒരു വാക്ക് പറയാണ്, ഫകം മിൻ ഇൻസാനിൻ അദറക റജബ്.
റജബ് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ എത്ര മനുഷ്യന്മാരുണ്ട്. ഫലം യുദ്രിക്ക് ഷാബാനിൽ അവന് ജീവിക്കാൻ കഴിയാത്ത വക്കമ്മിൻ ഇൻസാനിൻ അദറകഹുമ, റജബും ഷാബാനും ജീവിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ആ നൽകിയപ്പോൾ പക്ഷേ അവന് വലം യുദ്രിക്ക് റമളാനിൽ ജീവിക്കാൻ കഴിയാത്ത അതിനു മുമ്പേ മരിച്ചുപോയ എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കണം, കിട്ടിയ അവസരം അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ലഭ്യമായ സാഹചര്യങ്ങൾ നന്നായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി അതിൻ്റെതായിട്ടുള്ള ഗുണഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് ബഹുമാനപ്പെട്ട മഹാന്മാരുടെ ഉപദേശമാണ്. ആ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താ, നമ്മുടെയൊക്കെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കാലമാണ് ജീവിക്കാൻ അവസരം തന്നതെന്നറിയില്ല. ആ അവസരം തന്നത് അറിയാത്തൊരവസ്ഥയിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എപ്പോഴും നമ്മൾ പറഞ്ഞ വിഷയം തന്നെ ആൾക്കാർ ടെസ്റ്റ് അടിച്ച് വെക്കുന്നുണ്ട്. പുത്തൻ പ്രസ്ഥാനക്കാരെ കുറ്റം പറയലും പരിഹസിക്കലും ഗീബത്തിന്റെ പരിധിയിൽ പെടുമ്പോ അത് ഞാൻ പറഞ്ഞു, പലവട്ടം പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തെ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അവരുടെ അപകടം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വേണ്ടി നടത്തുന്ന സംസാരങ്ങൾ, അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്ന സംഗതികൾ, ആ സംഗതി അതിനുവേണ്ടി നമ്മൾ നടത്തുന്ന ഗീബത്തുൻ, പിന്നെ അതാണ് അതിന്റെ സംഗതി. അപ്പൊ നമ്മൾ അതൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണത് എന്നുകൂടി എന്ത് ചെയ്ത് പ്രത്യേകമായിട്ട് അത് സംബന്ധമായി സൂചിപ്പിക്കുകയാണ്. ഇനി ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട പിന്നെ ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞൊരു സംഭവം, ആ സംഭവം ബറക്കത്തിന് വേണ്ടി സൂചിപ്പിച്ച് തൽക്കാലം നമുക്ക് ഇന്നത്തെ പ്രസംഗം നിർത്താം. നമ്മളെ ലൈവ് അപ്പോഴൊക്കെ എന്തായാലും എത്തും ചെയ്യും. ലൈവിന്റെ സമയം ഇപ്പൊ തന്നെ ആയി എന്നാ തോന്നുന്നത്. എന്തായാലും ലൈവിന്റെ സമയമായ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പിന്നെ മൈക്കിലേക്ക് വരാവുന്നതുമാണ് എന്ന് പ്രത്യേകം പിന്നെ സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം മഹാനായ ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു തന്റെ ലൗഉസ് സിറാജ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയാണ്. എന്താ മഹാനവറുകൾ പറയണത്? ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയാണ്, അത്തത്തെ അലൈഹി ലൈലത്തുൻ ബാരിദത്തുൻ മുംതിറ, നല്ല തണുപ്പും അതോടൊപ്പം ശക്തമായ മഴയുള്ള ഒരു രാവ്. ആ രാവിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഫാത്താ ബഅദൽ മസാജിദിൽ യബീത ഫീഹി, ഒരു പള്ളി പോയി. ആ പള്ളിയിൽ അന്ന് രാത്രി അവിടെ കിടക്കാന്ന് വിചാരിച്ചിട്ട്, ഇന്നത്തെ പോലെ പള്ളി പൂട്ടുന്ന കാലൊന്നും അല്ലെങ്കിലും ആ പള്ളി കിടക്കാന്ന് വിചാരിച്ചിട്ട് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അവിടെ ചെന്നു. അങ്ങനെ ഫലമ്മാ സല്ലൽ ഇശാ വ ഖറജൻ നാസു മിനൽ മസ്ജിദി, ഇശാ നിസ്കാരം കഴിഞ്ഞു, ജനങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് പോയി. ഇപ്പൊ അവിടെ പുറത്തുനിന്ന് വന്ന ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മാത്രമേ ഉള്ളൂ. അപ്പോഴതാ ജാഅഹു ഇമാമുൽ മസ്ജിദി, പള്ളിയുടെ ഇമാമ് വരുന്നു. പള്ളിയിലെ ഇമാമ് വരുന്നു അദ്ദേഹത്തിന്റെ അടുത്തേക്ക്. എന്നിട്ട് വഖുല്ലഹു ഖും ഉഖ്റുജ് മിനൽ മസ്ജിദി, എഴുന്നേറ്റ് പോ കാക്കാന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര ആ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനോട് ഇമാമ് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ്, യാ അഖി അന റജുലുൻ ഖരീബുൻ ആബിറു സബീൽ ഫത്രുക്നി അല്ലൈലത അബീതു ഹാഹുന ഇലാ ഗദിൻ വറൂഹു ഇലാ ഹാലി സബീലി. സുഹൃത്തെ, ഒന്ന് ദയവ് ചെയ്ത് ഇന്നത്തെ രാത്രി ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യപ്പറ്റി കാണിക്ക്. ഇന്നത്തെ രാത്രി ഞാനിവിടെ നിൽക്കണ്ട, ഞാൻ ഒരു വിദേശിയായിട്ടുള്ള ആളാണ്, എനിക്ക് ഇന്ന് പോകാൻ ഒരു സ്ഥലമല്ല, അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ കിടക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഇമാമ് കുറച്ച് സ്ട്രോങ്ങാ. ഇമാം പറഞ്ഞു, ലാ സബീല ദാലിക, ഒരു രക്ഷയില്ല, നിങ്ങൾ മര്യാദക്ക് പുറത്തിറങ്ങിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഉഖ്റുജ് ഫത്ലുബിലക ഗൈറ ഹാദാ, പുറത്തിറങ്ങി വേറെ ഏതെങ്കിലും സ്ഥലം കിട്ടുമെന്ന് നോക്ക് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു വീണ്ടും അയാളെ റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ഇന്ന് ഇവിടുന്ന് അയക്കരുത്, എനിക്ക് ഇവിടെ പോകാനൊരു സ്ഥലമല്ല, പരിചയമുള്ള ആരുമില്ല, അതുകൊണ്ട് ദയവീത് നിങ്ങൾ ഇവിടെ നിൽക്കാൻ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അയാൾ ഇമാമ് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു, ഒരിക്കലും തന്നെ ഫലമ്മാ അത്തൽതു അലൈഹിൽ കലാമ, ഇന്നിവിടെ നിൽക്കാൻ സമ്മതിക്കണം എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അഖദ ബിരിജിലി വ ജർറനി ജർറൻ ശദീദാ, അയാൾ എന്ത് ചെയ്തു, എന്റെ കാലിന് പിടിച്ചിട്ട് വലിച്ചാണ് കൊണ്ടുപോയിട്ട് പുറത്തൊരു കച്ചറ ഇട്ട സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയിട്ട് അദ്ദേഹം എന്നെ പള്ളിയുടെ പുറത്തേക്ക് തള്ളി. വഖദ് ഖലബ ഖലബൻ ശദീദ, ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിട്ട് എന്നെ പുറത്തേക്ക് തള്ളി. എന്റെ കാലിൽ നിന്നൊക്കെ രക്തം വന്നു. ഞാൻ വല്ലാതെ വിഷമിച്ച് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്, ഈ മഴയുള്ള തണുപ്പുള്ള രാത്രിയിൽ ഞാൻ എന്തു ചെയ്യണമെന്ന് വല്ലാതെ വിഷമിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ, ഇത് കർത്തവ്യതാ മൂടനായിട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് ഞാനതാ കാണുന്നു കുറച്ച് അപ്പുറത്തൊരു വെളിച്ചം. ആ വെളിച്ചം കണ്ടപ്പോൾ അവിടെ ഒരാൾ തീ കത്തിച്ചിട്ട് എന്തൊക്കെയോ പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോ ഫാത്തൈതുഹു വസല്ലംതു അലൈഹി, ഞാൻ അവിടെ ചെന്ന് അയാൾക്ക് സലാം പറഞ്ഞു. അവിടെ ചെന്ന് അദ്ദേഹത്തിന് സലാം പറഞ്ഞപ്പോ ഫലം യറുദ്ദ അലയ്യ സലാം, അയാൾ എന്റെ സലാം മടക്കിയില്ല. അയാൾ സലാം മടക്കാതെ വന്നു. ഏതായാലും ശരി, ഞാൻ അവിടെ തന്നെ നിന്നു. ഫലമ്മാ ഫറഗ മിൻ അമലിഹി, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തീർന്നപ്പോൾ നളറയിൽ
അയാൾ ഖുൽതു ലഹു ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, യാ ഹാദാ ഓ മനുഷ്യ ലിമ ലാ റദത അലയ്യ സലാമ ഫീ വഖ്തിഹി, സലാം എപ്പോഴാണോടോ മടക്കുക, എന്നോട് പറഞ്ഞ സമയത്തേക്ക് എന്തേ സലാം മടക്കാഞ്ഞത് എന്ന് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു. ആ ചോദിച്ച സമയത്ത് ആ ജോലിക്കാരൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഞാനുണ്ടല്ലോ ഇവിടെ ജോലി ചെയ്യുമ്പോ ഏലം നീ മനസ്സിലാക്കണം, ഇന്നി റജുലുൻ നജീറുൽ ഇൻസാനിൻ ഫീ ഹാദൽ മക്കാൻ, ഞാൻ ഈ സ്ഥലത്ത് ഒരാളുടെ തൊഴിലാളിയായിട്ട് പണിയെടുക്കുകയാണ്. ആ പണിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് സലാം പറഞ്ഞപ്പോ ഞാൻ സലാം മടക്കിയാൽ ഫഖിഫ്തു അൻ അസ്തഗല മഅക ഫി സലാമി ഫഉഖസ്സിറ ഫി അമലി, കേട്ടോ, നിങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോ എന്റെ ജോലിയിൽ വല്ല വീഴ്ചയും വരുമെന്ന് ഞാൻ പേടിച്ചു. നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. എല്ലാ സംഗതി ഡ്യൂട്ടി നടക്കുമ്പോഴാണ് നമ്മൾ നടത്തണേ, അല്ലെ? ഡ്യൂട്ടിക്കിടയിലാണ് എന്ത് ചെയ്യണത്, എല്ലാ സംഗതിയും എന്ത് ചെയ്യണത്, നടത്തിക്കൊണ്ടിരിക്കണേ. ആ ഡ്യൂട്ടിക്കിടയിൽ സംഗതി നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ജോലിക്ക് എന്തെങ്കിലും ഒരു കുറവോ ജോലിയിൽ എന്തെങ്കിലും വിഘ്നങ്ങളോ വരാൻ പാടില്ല. അത്ര ശ്രദ്ധയോടുകൂടെ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ഒരിക്കലും തന്നെ നമ്മൾ മെയിൽ ഫോർവേഡ് ചെയ്യാനും അതേപോലെ തന്നെ ക്ലാസ് റൂം കേൾക്കാനും ഒക്കെ ജോലിക്കിടയിൽ ഉപയോഗിക്കുന്ന ടൈം, മനസ്സിലായില്ലേ, ഉപയോഗിക്കുന്ന ടൈം അതെങ്ങനെയല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ജോലി അത് ഭംഗിയായി നിർവഹിക്കുന്നതിന് തടസ്സം വന്നാൽ എന്താവും, അത് വമ്പിച്ച പ്രശ്നം ഉണ്ടാക്കും. അതാണ് ഈ ചെറുപ്പക്കാരൻ പറയണത്, ഞാന് ഇവിടെ ഒരാളെ തൊഴിലാളിയാണ്, ആ ജോലിക്കിടയിൽ നിങ്ങളെ സലാം മടക്കാൻ വേണ്ടി ഞാൻ നിന്ന എന്റെ പണിയിൽ വല്ല കുറവും വരുമെന്ന് പേടിച്ചു. അങ്ങനെ വന്നാൽ ഫാസിമുൻ അലയ്യ തഖ്സീരി, എന്റെ ആ പോരായ്മ കൊണ്ട് ഞാൻ കുറ്റക്കാരനാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് സലാം മടക്കാഞ്ഞത് എന്ന് പറഞ്ഞു. അങ്ങനെ ഫഖുൽതു ലഹു, അപ്പോ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഇന്നി റഅയ്തുക തൻളുറു യമീനൻ വശിമാലൻ അതഖാഫു മിൻ അഹദിൻ, ഈ ജോലിക്കിടയിലും വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ ഇങ്ങനെ നോക്കണുണ്ടല്ലോ, ഏതെങ്കിലും ആളുകൾ ഈ പേടിക്കുന്നുണ്ടോ, ആരെങ്കിലും നിന്നെ പിടികൂടാൻ വരുമെന്ന നിലക്ക് നീ പേടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാല ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നഅം, അതേ എനിക്ക് പേടിയുണ്ട്. എന്താ പേടി എന്നറിയോ, അഖാഫു മിനൽ മൗതി, ഞാൻ മരണത്തെ പേടിക്കുന്നു. ലാ അദ്രി മിൻ അയ്ന യഅതി, എവിടുന്നാണ് അത് വരാന്ന് എനിക്കറിയില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വല്ലാത്തൊരു സംഗതിയാണത്. എങ്ങനെയാ മരണം, ഏത് വഴിക്കാ വരിക, എന്തുകൊണ്ടാണ് മരണം നടക്കുക, ഇതൊന്നും എനിക്കറിയില്ലല്ലോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ന് ചോദിച്ചു പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയാണ്, ഫബികം തഅമലു കുല്ല യൗമിൻ, ഓരോ ദിവസവും നിനക്ക് എത്ര പൈസ കിട്ടും ഈ ജോലി ചെയ്താൽ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബിദിർഹമിൻ വദാനിഖിൻ, ഒരു ദിർഹമും ചില്ലറ പൈസയും കിട്ടും. അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് ഫാന ഉൻഫിഖു ദാനിക അലയ്യ, എനിക്കുള്ള ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ ഞാൻ ഈ ഒരു ചില്ലറ പൈസ കൊണ്ട് നടത്തും. അതേസമയത്ത് ഉൻഫിഖു ദിർഹമ അലാ ഔലാദി അഖില്ലി മാതാ, എന്റെ മരിച്ചുപോയൊരു സഹോദരന്റെ മക്കൾക്ക് വേണ്ടി ആ ഒരു ദിർഹം ഞാൻ എന്ത് ചെയ്യും, ഉപയോഗപ്പെടുത്തും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ്, അഹൂക മിൻ ഉമ്മിക വ അബീക, നിന്റെ വാപ്പയും ഉമ്മയും ഒത്ത സഹോദരനാണോ നീ പറയണത്? അതായത് നേരെ ഏറ്റെന്ന് പറഞ്ഞാൽ നമ്മള് ഒരേ ഉമ്മാന്റെയും വാപ്പാന്റെയും മക്കള്, ആ നിലക്കുള്ള സഹോദരനാണോ നിന്റെ മരിച്ചുപോയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ അല്ല ഹുവാഹുൻ, അദ്ദേഹം എന്റെ സഹോദരനാണ്. എങ്ങനത്തെ സഹോദരൻ? ആഖൈതുഹു ഫില്ലാഹ്, പടച്ചോന് വേണ്ടി ഞാൻ സഹോദരനാക്കിയിട്ടുള്ള ആളാണ് ഈ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദര, നമ്മൾ ചിന്തിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, പടച്ചോന് വേണ്ടി അള്ളാന്റെ പൊരുത്തുള്ള സ്വഭാവങ്ങളുള്ള ആള് എന്നുള്ള നിലക്ക് രണ്ടാൾ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക ജീവിതത്തിൽ ഏറ്റവും വലിയ സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണത്. ആ നിലക്കുള്ള സ്നേഹമാണില്ല, അതിന്റെ ഉമ്മാന്റെയും വാപ്പാന്റെയും മക്കളല്ല, നേരെ സഹോദരനൊന്നുമല്ല. എന്നിട്ടും അദ്ദേഹം മരിച്ചുപോയപ്പോ അദ്ദേഹത്തിന്റെ മക്കളെ ഞാൻ നോക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് അദ്ദേഹം മരിച്ചുപോയി, ഖല്ലഫ സിബിയാനൻ സിഗാറൻ, ചെറിയ കുറെ പറക്കമുറ്റാത്ത കുട്ടികളുണ്ട്, അതുകൊണ്ട് ഓരോ ദിവസവും ജോലി ചെയ്ത് കിട്ടുന്ന ഒരു ദിർഹം അവരുടെ ചെലവിന് വേണ്ടി ഞാൻ മാറ്റിവെക്കും, അത് 20 കൊല്ലമായിട്ട് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിനോട് ആ ചെറുപ്പക്കാരനോട് ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ ചോദിച്ചു, ഹൽ സഅൽതല്ലാഹ ഹാജതൻ, ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അള്ളാഹിനോട് വല്ല ആവശ്യവും ചോദിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനോട് നീ വല്ല ആവശ്യവും ചോദിച്ചിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നഅം, അതേ ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചത്? സഅൽതുല്ലാഹ ഹാജതൻ മുൻദു 20 സന, അള്ളാഹുവിനോട് 20 കൊല്ലായിട്ട് ഞാനൊരു ആവശ്യം ചോദിക്കുന്നുണ്ട്, പക്ഷേ വമാ ഖുദിയത്ത്, അത് വീടി കിട്ടിയിട്ടില്ല, ആ ആവശ്യം മാത്രം എനിക്ക് നടന്നു കിട്ടിയിട്ടില്ല. അപ്പൊ ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ്, വമാഹിയ, എന്താണ് ആവശ്യമെന്ന് നീ ചോദിക്കണ ചോദ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ കാല അദ്ദേഹം പറഞ്ഞു, സഅൽതുഹു, അള്ളാഹിനോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് യുരിയനി ഇബ്രാഹിം അദ്ഹമ വഅമൂത,
ഇബ്രാഹിം അദ്ദേഹത്തിനൊന്ന് കണ്ടിട്ട് മരിക്കണം എന്നാണ് 20 കൊല്ലായിട്ട് അള്ളാഹിനോട് ഞാൻ ചോദിക്കണത്. ചിന്തിക്കണം. ഇബ്രാഹിം അദ്ദേഹം എന്നൊരു മഹാനെ കേട്ടിട്ടുണ്ട്, പക്ഷെ ആ മഹാൻ എവിടെയാണോ, അദ്ദേഹം ആരാന്നൊന്നും അറിയില്ല. അങ്ങനെയാണ് കാണാതെ സ്നേഹിക്കൽ, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കൽ. ആ സ്നേഹിക്കുന്ന ഇബ്രാഹിം അദ്ദേഹത്തിനൊന്ന് കണ്ടിട്ട് മരിച്ചാൽ മതി എന്ന് ഞാൻ 20 കൊല്ലായിട്ട് അള്ളാഹിനോട് ദ്വാർക്കുന്നുണ്ട്. അപ്പൊ ഫഖുൽതു ലഹു, ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയണം, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യാ അഖി മാ റളിയാൻ യതിയക ഇല്ലാ മസ്ഹൂബൻ അലാ വജ്ഹിഹി. ആ ഇബ്രാഹിം അദ്ദേഹം നിന്റെ അടുത്തേക്ക്, അദ്ദേഹം ഒരു ദയനീയമായ അവസ്ഥയിൽ നിന്റെ അടുത്തേക്ക് വലിച്ചു കൊണ്ടുവരപ്പെടുന്ന അവസ്ഥയിലല്ലാതെ വരാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഇതുവരെ നീ അദ്ദേഹത്തെ കാണാതിരുന്നത്. അനബിനു അദ്ദേഹമ, ഞാൻ തന്നെയാണ് ആ ഇബ്രാഹിം അദ്ദേഹം. കണ്ടോ, ഇപ്പൊ ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ച് വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയിലാണ് വന്നുപെട്ടിട്ടുള്ളത്. അപ്പോഴത് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, ആ അന്ത ഇബ്രാഹിം ഇബ്നു അദ്ദേഹം, നിങ്ങളാണോ ഇബ്രാഹിം അദ്ദേഹം? ഖുൽതു നഅം, അതേ എന്ന് ഞാൻ പറഞ്ഞു. ഫവസബ മിൻ മക്കാനിഹി വഅനഖനി, ഇരിക്കുന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റ് ജീവിതത്തിൽ 20 കൊല്ലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മഹാനെ കണ്ട സന്തോഷത്തോടെ എന്നെ അദ്ദേഹം അത് ആലിംഗനം ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഉസ്താദെ ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ, നിങ്ങളുടെ തലയൊന്ന് നിങ്ങൾ എന്റെ തലയൊന്ന് നിങ്ങളുടെ മടിയിൽ വെക്കണം. അങ്ങനെ ഫഅൽതു, ഞാനത് ചെയ്തു. ഫസമഅതുഹു യഖൂലു, ആ ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടു, ഇലാഹി ഖലൈ പടച്ചോനെ, എന്റെ ആവശ്യം 20 കൊല്ലായിട്ട് ഞാൻ ചോദിക്കണ ആവശ്യം അത് നീ പൂർത്തിയാക്കി തന്നു. അതുകൊണ്ട് ഇനി ഒരു ദിവസവും എനിക്ക് ജീവിക്കണമെന്നില്ല. ഫഖ്ബിൽനിയിലേക്ക്, നിന്നിലേക്ക് നീ എന്നെ പിടിക്കണം, അഥവാ എന്നെ നീ മരിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഫഹർനഖതുഹു പറയാണ്, ഞാൻ അദ്ദേഹത്തെ ഒന്ന് അനക്കി നോക്കി. പക്ഷേ ഫൈദൻ ഹുവ ഖദ് മാത്, ആള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ഫലമ്മാസ് ബഹസ്ബാഹ, നേരം വെളുത്തപ്പോ വൈദംബി അഖ്വാമിൻ ഖദ് അതൗ അലൈഹിം നൂറുൻ അലീമുൻ, അതാ കുറെ ആൾക്കാര് ഈ ചെറുപ്പക്കാരൻ ഉൾക്കൊള്ളുന്ന ഈ മയ്യത്തിന്റെ അടുത്തേക്ക് വരുന്നു. അവർക്കൊക്കെ വല്ലാത്ത പ്രഭയും പ്രകാശവും മുഖത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഫസാഅദൂനി അലാ ഗസ്ലിഹി വതക്ഫീനിഹി, അദ്ദേഹത്തെ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും ഒക്കെ അവരെന്നെ സഹായിച്ചു. വസല്ലൈനാ അലൈഹി, ആ ചെറുപ്പക്കാരന്റെ മേൽ ഞങ്ങൾ നിസ്കരിച്ചു. വദഫന്നാഹു, അദ്ദേഹത്തെ മറവ് ചെയ്തു. ഫറഅയ്തുഹു തിൽക്കൽ ലൈലത ഫിൽ മനാം, അന്നത്തെ രാത്രി ഉറക്കത്തിൽ ഞാൻ ആ ചെറുപ്പക്കാരനെ കണ്ടു. വഹുവ ഫീ റൗളത്തിൻ ഖളറ, ഒരു നല്ല പച്ചപ്പുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു തോട്ടത്തിനകത്താണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന്റെ ശരീരത്തിലൊക്കെ നല്ല നല്ല ആഭരണങ്ങളും വലിയ പ്രൗഢിയും കാണാൻ സാധിച്ചു. നല്ല പവറോടുകൂടെ അദ്ദേഹം ഇങ്ങനെ ആ തോട്ടത്തിലൂടെ നടക്കുന്നുണ്ട്. ഫലമ്മാ റആനി, അങ്ങനെ എന്നെ കണ്ടപ്പോൾ തബസ്സമ, അദ്ദേഹം പുഞ്ചിരിച്ചു. വഅഖ്ബല ഇലയ്യ, എന്റെ അടുത്തേക്ക് വന്നു. ആനഖനി, എന്നെ ആലിംഗനം ചെയ്തു. ഫഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഹാദല്ലദി യറാഹു അലൈക, നിന്റെ നേരത്ത് ഞാൻ കണ്ട ഈ സംഗതികൾ എന്തൊക്കെയാണ്? ബഹുമാനപ്പെട്ട സഹോദരൻ പറഞ്ഞു, ഹാദിഹി ദറജത്തുൽ മഖ്ബൂലീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച ആളുകളുടെ സ്ഥാനവും അവരുടെ ഗ്രേഡുമാണ് ഈ കാണുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള അധ്വാനവും പ്രവർത്തനവും നടത്തണം. കിട്ടിയ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബിൽ ജീവിക്കാൻ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. കഴിഞ്ഞകാല ജീവിതത്തിന്റെ കുട്ടിക്കടികളോട് ഗുഡ് ബൈ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി എത്ര കാലമാണ് എനിക്ക് ജീവിക്കാൻ അവസരം തരിക എന്നറിയില്ല എന്ന് മനസ്സിലാക്കി റജബിലും ശഅബാനിലും ബറക്കത്ത് കിട്ടാൻ ആത്മാർത്ഥമായി ദുആ ചെയ്തു. റമളാനു ശരീഫിൽ ജീവിച്ച് ഇബാദത്ത് കൊണ്ട് ആ മാസത്തെ ധന്യമാക്കണമെന്ന് പ്രതീക്ഷിച്ചും പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നന്മകളുടെ വർധനവടിൽ സജീവതയുണ്ടാക്കി ഇന്നലത്തേക്കാൾ കൂടുതൽ നന്മ ഇന്നും, ഇന്നത്തേക്കാൾ കൂടുതൽ നന്മ നാളെയും, അങ്ങനെ നന്മകളുടെ സജീവതയ്ക്ക് വേണ്ടിയുള്ള അധ്വാനത്തിന്റെ ശ്രമങ്ങൾ അത് ഭംഗിയായി നിർവഹിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി നമ്മളെല്ലാവരും കൂടുതൽ കൂടുതൽ നന്നാവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദ്വാരക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈ